7,800 രൂപയോളം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് അങ്ങേയറ്റം പ്രാകൃതമായിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ഹെൽത്ത് ഫിനാൻസിംഗ് ആണ്. ഒരൊറ്റ സിവിലൈസ് സൊസൈറ്റിയിലും അംഗീകരിക്കാത്ത ഒരു രീതിയാണ്. ഒരു 10 വർഷത്തിനകം ഇത് മാറുകയും US സംഭവിക്കുന്നത് പോലെ മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പോലും ചികിത്സ കിട്ടാത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വരാൻ സാധ്യതയുണ്ട്. പോസ്റ്റ് ഈ സെപ്പറേറ്റ് ബഡ്ജറ്റ് ലൈൻ ഉണ്ടാക്കും. ശരിക്കും ഒരു ബ്ലൻഡഡ് ഫിനാൻസിങ് അങ്ങനെയായിരുന്നു തന്നെ. സർക്കാർ നടന്നോ സർ ചോദിച്ചാൽ കോവിഡ് കഴിഞ്ഞിട്ട് കാസ്പ് രക്ഷപ്പെടുത്തിട്ടില്ല. ഇന്നത്തെ എനിക്കിപ്പോൾ സർക്കാർ ഒരു ബന്ധമൊന്നുമില്ല, മീഡിയയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് 1,700 കോടിയാണ് കാസ്പിൽ കൊടുത്തു തീർക്കാനുള്ള കാശ്. വലിയ വലിയ സ്വപ്നങ്ങൾ തുടങ്ങിയ സാധനമാണ് ഈ ഹെൽത്ത്. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അത് വളരെ വളരെ ആംബിഷ്യസ് ആയിപ്പോയി. കേരളത്തിൽ ഡോക്ടർമാർ, MBBS ഡോക്ടർമാർ തൊഴിലില്ലായ്മ കേരളത്തിലുണ്ട്, നഴ്സുമാർ തൊഴിലില്ലായ്മയുണ്ട്. എന്നിട്ട് ആളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അതിന് വെറുതെ ഒഴിവഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സോ അത് ശരിയല്ല. കാസ്പ് നമുക്കിപ്പോൾ യൂണിവേഴ്സലൈസ്ഡ് ആക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിനെ കൊണ്ട് നടക്കില്ല. കുറച്ചെങ്കിലും നമുക്ക് കോൺട്രിബ്യൂഷൻ ആളിൽ നിന്ന് സ്വീകരിച്ചിട്ട് ചെയ്യാം എന്നൊരു നിർദ്ദേശം വന്നപ്പോഴത്തേക്ക് അതിന്ന് യാതൊരു കാര്യത്തിലും അതൊരു പൊളിറ്റിക്കൽ ആത്മഹത്യാപരമായിരിക്കും എന്നായിരുന്നു അന്നത്തെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ. അത് ശരിയാണ് താനും. ഈ 2017 ഡെങ്കി വന്നപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തമിഴ്നാട്ടിലൊരു പബ്ലിക് ഹെൽത്ത് കാർഡറുണ്ട്, എന്തുകൊണ്ട് കേരളത്തിൽ അതില്ല? ഒരു പബ്ലിക് ഹെൽത്ത് കാർഡർ ഉണ്ടാക്കാനുള്ള ശ്രമം കേരളത്തിൽ തുടങ്ങി. അങ്ങേയറ്റത്തെ ഒബ്ജക്ഷൻ ആയിരുന്നു ഇതിനകത്ത് ഡോക്ടർമാരുടെ സംഘടനകളിൽ നിന്ന് വന്നത്. മലേഷ്യയിലെ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് അവർ കണ്ടുപിടിച്ച് എങ്ങനെയാണ് പെട്ടുന്നത്. ബംഗ്ലാദേശ് വന്നപ്പോൾ ഞങ്ങളുടെ പഠിച്ചു. കേരളം മാത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഏറ്റവും നാണക്കെട്ട ഒരു ഇതാണ്. ആര് എവിടെ പോയി, എവിടെ നിന്ന് കിട്ടി, അയാൾ മാർക്കറ്റിൽ പോയിട്ടുണ്ടോ മറ്റിടത്ത് പോയിട്ടുണ്ടോ, ഭയങ്കര ഡേറ്റയാണ് നമ്മുടെ സ്റ്റാഫ് കളക്ട് ചെയ്തത്. അതിൽ ഒരൊറ്റ ഗവേഷകന് പോലും അത് പരിശോധിക്കാനുള്ള അവസരം പോലും നമ്മൾ കൊടുത്തിട്ടില്ല. കേരളത്തിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം, പണ്ടോട്ട് ഞാൻ പറയുന്ന കാര്യം, ഈ ഒന്നാമതാണ് നമ്മളെന്നുള്ള തള്ളാണ്. അത് വേണ്ട. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യ സംവിധാനം ഇപ്പോഴും വളരെ പ്രാകൃതമായ രീതിയിലാണ്. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് കേരളത്തിലെന്ന് കീർത്തിയെങ്കിലും 2024 പുറത്തിറങ്ങിയ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് റിപ്പോർട്ട് പ്രകാരം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറിൽ കേരളം രാജ്യത്ത് മുന്നിലെന്നാണ്. പൊതുജനാരോഗ്യ സൂചികകളിലെല്ലാം കേരളം ലോകത്തിന് തന്നെ മാതൃകയെങ്കിലും രോഗാവസ്ഥയിലും കേരളം മുന്നിൽ തന്നെ എന്ന ഈ പാരഡോക്സ് ഹെൽത്ത് എക്സ്പെൻഡിച്ചറിലും പിന്തുടരുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെ ഈ പാരഡോക്സിനെ മറികടക്കാം? നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസ് സയൻസ് ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തെ നവീകരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കാലം നേതൃത്വം നൽകിയ ശ്രീ രാജീവ് സദാനന്ദൻ IAS ആണ് ഇന്ന് ദ സയൻസ് ടോക്കിൽ അതിഥി. പബ്ലിക് ഹെൽത്ത് എക്കണോമിക്സിൽ നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 96, 2001, 2011, 13 കാലങ്ങളിൽ ഹെൽത്ത് സെക്രട്ടറി, 2016-19 കാലത്ത് ആരോഗ്യ വകുപ്പിൻ്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി, കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ്, പിന്നീട് ടാറ്റ ട്രസ്റ്റ് ഫണ്ട് ചെയ്യുന്ന ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് സിസ്റ്റംസ് ട്രാൻസ്ഫോർമേഷൻ പ്ലാറ്റ്ഫോം ഫൗണ്ടർ CEO എന്ന നിലയിൽ 2019 മുതൽ 24 വരെ പ്രവർത്തിച്ചു. നിലവിൽ വേൾഡ് ബാങ്ക് പാൻഡമിക് ഫണ്ട് ടെക്നിക്കൽ അഡ്വൈസറി പാനൽ അംഗം, ലോകാരോഗ്യ സംഘടനയുടെ പോളിസി മേക്കർ ഫോറം അംഗം, കൂടാതെ ദേശീയ, അന്താരാഷ്ട്ര നിരവധി സാങ്കേതിക സമിതികളിൽ അംഗം കൂടിയാണ്. സയൻസ് ടോക്കിലേക്ക് സ്വാഗതം സർ. താങ്ക് യു. കേരളത്തിൻ്റെ GDPയുടെ 5.2% വരെ പൊതുജനാരോഗ്യത്തിന് വേണ്ടി ചെലവാക്കിയിട്ടും നമ്മൾ ഈ ഹെൽത്ത് എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ, ജനങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കുന്ന തുകയുടെ കാര്യത്തിൽ കേരളം മുന്നിലെന്നാണ് നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഇതിന് പല കാരണങ്ങളുണ്ട്. ഇതിനകത്ത് കുറച്ചൊന്ന് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്.
ഈ നാഷണൽ ഹെൽത്ത് കൗൺസിൽ പറഞ്ഞിരിക്കുന്നത് 2-3 വിഭാഗങ്ങളുണ്ട്. ടോട്ടൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ 13,343 മറ്റുമാണ്. അതിനകത്ത് ഈ സ്റ്റേറ്റ് ചിലവാക്കുമെന്ന് പറയുന്നത് 4,340 രൂപയേ ഉള്ളൂ. ബാക്കി മുഴുവൻ വരുന്ന സ്വകാര്യ ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ്. അതിനകത്ത് തന്നെ 8,000 രൂപയോളം ഈ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് കിട്ടുന്ന ബില്ല് നമ്മൾ അടയ്ക്കുന്ന തുകയാണ്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഈ തുക എന്നുള്ളതിനെ മനസ്സിലാക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന് പല 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 സിസ്റ്റം വൈഡ് ഇമ്പാക്റ്റും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇത് കൂടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. നമ്മൾ ഈ നാഷണൽ സാമ്പിൾ സർവേ നടത്തുന്ന ചോദ്യാവലിയിൽ അവർ ഉൾപ്പെടുത്തിയ ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ രോഗമുണ്ടായിട്ട് ചികിത്സയ്ക്ക് പോയോ? ഇത് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഹെൽത്ത് കെയർ എന്ന് ഹെൽത്ത് എക്കോണമിസ്റ്റ് പറയുന്നൊരിത്. അത് കേരളത്തിലെ തൊട്ട് പുറകിലുള്ള സംസ്ഥാനത്തെക്കാളും ഇരട്ടിയാണ് കേരളത്തിൽ. എന്ന് വെച്ചാൽ ചെറിയൊരു രോഗം വന്നാൽ പോലും നമ്മൾ ഉടനെ ആശുപത്രിയിൽ പോകും. അതുമല്ല, ചെറിയൊരു രോഗം വന്നാൽ ചുമ്മാ പോകാൻ പറ്റില്ല. തലവേദന വരുമ്പോൾ നമുക്ക് ന്യൂറോളജിസ്റ്റിനെ തന്നെ കാണണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വശങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇത് ഈ ആക്ച്വലി എത്ര തുക ചിലവാക്കുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ പ്രസക്തി, പ്രത്യേകിച്ചും ആളുകളുടെ ആരോഗ്യത്തിലൊരു ഇമ്പാക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ചിലവാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 4,300 രൂപ എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലല്ല, കേരളമല്ല ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത്. സർക്കാർ ബജറ്റ് തുക ആളോഹരിയിൽ കേരളത്തിനേക്കാളും കൂടുതൽ ചിലവാക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ആ കാശ് ചിലവാക്കുന്നത് എന്നതിനേക്കാളും കൂടുതൽ ആ കാശ് ചിലവാക്കുന്നതിന് കേരളത്തെ ജനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനെപ്പറ്റി ഞാനൊരു വിശദമായ പഠനം നടത്തില്ലാത്തതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഈ നാട്ടുകാരുടെ അടുത്തൊക്കെ ഇടപെടുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യം, ആർദ്രത്തിൽ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരുപാട് സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട്, അതിന് മുമ്പുള്ള യൂണിറ്റിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും അതിന് ആ കൊടുക്കുന്ന ശമ്പളത്തിന് തത്തുല്യമായ സേവനം ലഭ്യമാകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, പരിശോധിച്ച് നോക്കണം. 2, നമ്മൾ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ഈ എക്യുപ്മെൻറ്റ് ആളുകൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയുള്ളതാണ്. ഈ എക്യുപ്മെൻറ്റിൽ എത്ര എണ്ണം പ്രവർത്തിക്കുന്നുണ്ട്, എത്ര അത് ഔട്ട്പുട്ട് ഉണ്ടാകണം, എത്ര ഉണ്ടാകുന്നു എന്ന് പരിശോധിച്ച് നോക്കുന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. 2ാമത്തെ കാര്യം, ഓരോ തലങ്ങളും നമ്മൾ നിർവചിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രൈമറി ഹെൽത്ത് കെയറിൽ ഇന്നത് വേണം, സെക്കൻഡ് ലെവൽ ഇന്നത് വേണം, ടെർഷ്യറി കെയർ ഇന്നത് വേണം. പക്ഷെ കേരളത്തിലൊരു കൺസംഷൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ നേരെ പോകുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ്. ടെർഷ്യറി ലെവൽ അന്ന് ഞാൻ പറയുന്നില്ല, സെക്കൻഡ് ലെവലും ടെർഷ്യറി ലെവലുമാണ്. അപ്പോൾ പ്രൈമറി ഹെൽത്ത് കെയറിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡിമാൻഡ് വരാതിരിക്കുകയും മുകളിലുള്ള ലെവലിലേക്ക് കൂടുതൽ വരികയും ചെയ്യാം. അപ്പോൾ 2 അപകടം ഉണ്ടാകുകയാണ്. ഒന്ന്, പ്രൈമറി ഹെൽത്ത് ലെവലിൽ നമുക്ക് ശരിക്കും നോക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവിടെ ചികിത്സിക്കാൻ പറ്റുന്നത് അവർ ചികിത്സിച്ച് പോയാൽ വലിയ ചിലവിനാകുമായിരുന്നില്ല. അത് റെഫർ ചെയ്യണമായിരുന്നെങ്കിൽ ഇത് പരിശോധിക്കുന്ന ഡോക്ടർക്ക് എന്താണ് രോഗം എന്നറിയാമെന്നുള്ളത് കൊണ്ട് കൃത്യമായ സ്പെഷ്യലിസ്റ്റിൻ്റെ അകത്തേക്ക് അയക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞേനെ. പകരം നമ്മളെന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ പോലെ തലവേദനയാണ്, കാണേണ്ട ആൾ ന്യൂറോളജിസ്റ്റാണ്, നേരെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. 2, ഈ മെഡിക്കൽ കോളേജുകളും ജില്ലാ ആശുപത്രികളും താലൂക്ക് ഹോസ്പിറ്റലൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ചില വിഭാഗത്തിൽപ്പെട്ട രോഗാതുരതര നിലവാരം അനുസരിച്ച് ചികിത്സിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ഇടിച്ചു കയറി മെഡിക്കൽ കോളേജിലേക്ക് വരുമ്പോഴത്തേക്ക് ശരിക്കും കെയർ ആവശ്യമായിട്ടുള്ള ആൾക്കാർക്ക് അത് കിട്ടാതെ പോവുകയാണ്. അപ്പോൾ തെറ്റായ ചികിത്സ വരുന്നു, ചിലവ് കൂടുന്നു, ശരിയായ രീതിയിൽ ചെയ്യേണ്ട ചികിത്സ ആൾക്ക് കിട്ടാതെ പോകുന്നു. ഇങ്ങനെ പല അപകടങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഈ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് വേവലാതിപ്പെടുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ചിലവാക്കുന്ന തുക കൃത്യമായിട്ടാണോ ഉപയോഗിക്കുന്നത് എന്ന് നോക്കിയാൽ നന്നായിരിക്കും. ഇനി ഹെൽത്ത് എക്സ്പെൻഡിച്ചർ നടപ്പാക്കുന്നതിൽ മുഴുവനും സർക്കാർ കൊടുക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. വളരെ നല്ല സംവിധാനമാണ് താനും. അതുകൊണ്ട് നമുക്ക് ഈ എക്സ്പെൻഡിച്ചർ കൂട്ടി കാര്യക്ഷമമായിട്ട് ചെയ്ത് എല്ലാവർക്കും ചികിത്സ സർക്കാരിന് തന്നെ നൽകാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമായിരിക്കും. പക്ഷേ ഒരു 70 തൊട്ടുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കിയാൽ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി നമുക്ക് സ്വകാര്യ മേഖലയിലേക്ക് വരാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കേരളത്തിൽ ഇന്ന് സ്വകാര്യ മേഖലയുടെ സഹകരണമില്ലാതെ കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തിന് നിലനിൽക്കാൻ പറ്റില്ല. 70% ആശുപത്രികളും അവരുടെ കയ്യിലാണ്. ഏതാണ്ട് 32% മാത്രമേ ഉള്ളൂ സർക്കാർ ചിലവാക്കുന്ന തുക, ബാക്കി മുഴുവൻ സ്വകാര്യ മേഖലയിലാണ്. ചരിത്രപരമായിട്ട് നോക്കിയാൽ തന്നെയും
ഇതൊരു വളരെ പ്രധാനപ്പെട്ട റോളാണ് കേരളത്തിൽ സ്വകാര്യ മേഖല നിർവഹിച്ചിട്ടുള്ളത്. ആദ്യം പിന്നെ കേരളത്തിൽ ആരോഗ്യരംഗം വളരുന്നത് സർക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടാണ്. അത് പിന്നെ രാജകുടുംബകാലത്തായാലും രാജഭരണകാലത്തായാലും ശരി, അതിനുശേഷം ജനാധിപത്യം വന്നതിന് ശേഷവും ഒക്കെ സർക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടാണ് ആരോഗ്യരംഗത്ത് ആളുകൾക്ക് മനസ്സിലാകുന്നതും ആരോഗ്യരംഗത്ത് പിന്നെ പൊതുജനാരോഗ്യം വളരുന്നതും മറ്റു പലതും വരുന്നത് അതുകൊണ്ടാണ്. അതിങ്ങനെ കൂടിക്കൂടി പോയിട്ട് ഏതാണ്ട് ഒരു 70ൻ്റെ മധ്യമായപ്പോഴത്തേക്ക് കേരളം ഒരു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി. അപ്പോൾ അന്ന് ഞാനിത് ഇത് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ കണ്ടത് സർക്കാർ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് താഴോട്ട് പോകുന്നു. അപ്പം നമ്മൾ ന്യായമായിട്ടും പ്രതീക്ഷിക്കുന്നത് കേരളത്തിലുള്ള ആരോഗ്യ സൗകര്യങ്ങളുടെ എണ്ണം കുറയുമെന്നാണ്. നേരെ മറിച്ച് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര കൂടി വരികയാണ് ആ സമയത്ത്. കാരണം അപ്പുറത്തൊട്ടാണ് നമ്മൾ സ്വകാര്യ മേഖലയുടെ പിന്നെ കണക്കെടുക്കാൻ തുടങ്ങിയത്. ഇത് തന്നെ ഒരു രസകരമായ ഫിനോമിനയാണ്. ഈ അന്ന് ഉണ്ടായിരുന്ന മെഡിക്കൽ കോളേജുകളിൽ നിന്ന് പാസ്സായി ഇറങ്ങിയ കുട്ടികൾക്ക് പിന്നെ ജോലി കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അവർ മിക്കവാറും കൂടുതലുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഒരു ദമ്പതിമാർ അവർ നോക്കിയപ്പോൾ അവർക്ക് സർക്കാർ ജോലി കിട്ടുന്നില്ല. ഇവരെന്ത് ചെയ്യും? കേരളത്തിൽ ആശുപത്രി ഇല്ലാത്ത ഒരു ചെറിയ പട്ടണത്തിൽ പോയിട്ട് അവിടെ ഒരു ചെറിയ ആശുപത്രിയാണ് തുടങ്ങും. പിന്നെ ആദ്യം പിന്നെ ഒരു വാടക കെട്ടിടത്തിലായിരിക്കും. ക്രമേണ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് ഈ ആശുപത്രികൾ വളരുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുകിട പട്ടണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ഇതുപോലെ ചെറിയൊരു ആശുപത്രി ഉണ്ടാകും. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ആശുപത്രിയാണ്. പിന്നെ അവർ ഇത് രോഗികളുമായിട്ട് വളരെ അടുത്ത ബന്ധം അവർക്കുണ്ടാകും. ഒരു ഫാമിലി ഡോക്ടർ എന്നുള്ളത് ശരിക്കും നമ്മൾ അന്ന് അനുഭവിച്ചിട്ടുള്ളത് ആ ഒരു കാലത്താണ്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അന്ന് ഞാൻ നോക്കിയപ്പോൾ കണ്ടൊരു കാര്യം, സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങളൊക്കെ വളർന്നിരിക്കുന്ന വലിയ പട്ടണങ്ങളിലാണ്. ചെറിയ പട്ടണങ്ങളിൽ ഒന്നുമില്ല. അവിടെയൊക്കെ നമ്മുടെ ആരോഗ്യം നോക്കുന്നത് ഇവരാണ്, ഈ ഒരു വിഭാഗമാണ്. അത് പിന്നെ 2001 ഞാൻ ഇപ്പിഡബ്ല്യു പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ ഞാനിത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ആളുകൾക്ക് ദൂരെയുള്ള സർക്കാർ ആശുപത്രിയിൽ പോകണമെങ്കിൽ യാത്രാ ചെലവ് വളരെ കൂടും. നേരെ മറിച്ച് അതേ യാത്രാ ചെലവ് ഇവിടുത്തെ ആശുപത്രി കൊടുത്താൽ ചികിത്സ നടന്നു പോവുകയും ചെയ്യും. അപ്പോൾ ആളുകളെവിടെ പോകും? അങ്ങനെയാണ് ഈ ചെറിയ ആശുപത്രികളാണ് നമ്മുടെ ആ ഒരു ആരോഗ്യരംഗത്ത് ഇങ്ങനെ വളരുന്നത്. അതുകൊണ്ട് സ്വകാര്യ മേഖല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുള്ള കടപ്പാട് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഇന്ന് അത് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുക. പിന്നെ കേരളത്തിൻ്റെ സ്വകാര്യ മേഖലയിൽ നടക്കുന്നൊരു ഘടനാപരമായിട്ടുള്ള മാറ്റം നമ്മൾ തിരിച്ചറിയാത്തത് ഒരു അപകടകരമായ കാര്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനീ പറഞ്ഞതുപോലെ ആദ്യം ഇങ്ങനെ ഭാര്യയും ഭർത്താവും ചേർന്നുള്ള ചെറിയ ആശുപത്രിയായിരുന്നു. അത് കഴിഞ്ഞ് ഇത് ലാഭകരമാണെന്ന് കണ്ടപ്പോഴത്തേക്ക് മറ്റ് മുതലാളിമാരും അല്ലെങ്കിൽ കാശുള്ള ആൾക്കാർ ഇതിനകത്ത് കടന്നു വരാൻ തുടങ്ങി. അന്നും ഇത് മിക്കവാറും അതിൻ്റെ ഒരു തലവൻ അല്ലെങ്കിൽ തലവി ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ ഒരു ഓറിയൻറ്റേഷൻ അന്നും ഉണ്ടായിരുന്നു. അത് ഏതാണ്ടൊരു 90 കാലഘട്ടമായപ്പോഴത്തേക്ക് ആ സ്വഭാവം മാറി. കാരണം ചികിത്സ ഡയഗ്നോസ്റ്റിക്സിന് ഭയങ്കര ക്യാപിറ്റൽ ഇൻറ്റൻസീവായി, പിന്നെ ചികിത്സയ്ക്കും ക്യാപിറ്റൽ ഇൻറ്റൻസീവായി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ചെറിയ ആശുപത്രികൾക്ക് ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കാൻ കഴിയാതെ വന്നപ്പോഴത്തേക്ക് പതുക്കെ അത് കോർപ്പറേറ്റ് ആശുപത്രികൾ വരാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കോർപ്പറേറ്റ് ആശുപത്രികൾ പല കാരണങ്ങൾ, അതിലൂടെ ഞാൻ പോകുന്നില്ല, ഈ ചെറിയ ആശുപത്രികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കി എന്നാണ് എൻ്റെ വിശ്വാസം. എഗെയിൻ അത് തെളിയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇന്ന് അതിനേക്കാളും അപകടകരമായിട്ടുള്ള ഒരു പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ മുഴുവൻ പല വലിയ ആശുപത്രികളിലും ഇന്ന് അതിൻ്റെ ഉടമസ്ഥാവകാശം അമേരിക്കയിലും സിംഗപ്പൂരിലും സൗത്ത് ആഫ്രിക്കയിലുള്ള വെഞ്ചർ ക്യാപിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏറ്റെടുത്തിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചോളം മുതലാക്കുന്ന കാശിന് റിട്ടേൺ കിട്ടുന്ന ഒരൊറ്റ ആവശ്യം മാത്രമേ അവർക്കുള്ളൂ. അവർ സിഗരറ്റ് കമ്പനി നടത്തുന്നുണ്ട്, അവർ പിന്നെ ആയുധ കമ്പനി നടത്തുന്നുണ്ട്. അവരുടെ ഉദ്ദേശം ലാഭം വേണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സിംഗപ്പൂരിലും പിന്നെ സൗത്ത് ആഫ്രിക്കയിലും US ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ഈ റവന്യൂ എടുത്തത് എന്ന് കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ആരോഗ്യരംഗത്തുള്ള അപകടകരമായിട്ടുള്ള ഒരു മാറ്റം നമ്മൾ തിരിച്ചറിയേണ്ടതും അതിനാവശ്യമായിട്ടുള്ള ഒരു നടപടി എടുക്കേണ്ടതും വേണ്ട. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 7,800 രൂപയോളം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് അങ്ങേയറ്റം പ്രാകൃതമായിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ഹെൽത്ത് ഫിനാൻസിങ് ആണ്. ഒരൊറ്റ സിവിലൈസ് സൊസൈറ്റിയിലും അംഗീകരിക്കാത്ത ഒരു രീതിയാണത്. നമ്മൾ നേരെ മറിച്ച് മലയാളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിത് വലിയ കാര്യമാണ്. കാരണം ഇഷ്ടപ്പെട്ട ഡോക്ടറെ പോയി കാണാൻ പറ്റും, എപ്പോഴാണോ കാണാം. ഒരു കാർ പാർക്ക് ചെയ്യാൻ അതല്പം വിഷമായിരിക്കും, കാർ പാർക്ക് ചെയ്യാൻ അവസരം കിട്ടിയാൽ അപ്പം പോയി ഡോക്ടറെ കാണാം. അതാണ് മലയാളികൾ അതിനെപ്പറ്റി വളരെ അഭിമാനമുണ്ട്. എന്തെങ്കിലും മാറ്റം വരുത്തുന്ന നോക്കിയാൽ അപ്പം പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അത് മാറാൻ പോകും.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ ആ ഒരു ഘടനാപരമായിട്ടുള്ള മാറ്റം വന്നു കഴിയും. ഇന്ന് പാവപ്പെട്ടവർക്ക് പിന്നെ ഈ ചിലവ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. മധ്യവർഗത്തിന് ഇന്നും കഴിയും. അത് മധ്യവർഗത്തിനും ഈ ചികിത്സ അപ്രാപ്യമായിരുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. മാറി. ഒരു 10 വർഷത്തിനകം ഇത് മാറുകയും യുഎസിലൊക്കെ സംഭവിക്കുന്നത് പോലെ മധ്യവർഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് പോലും ചികിത്സ കിട്ടാത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പ്ലേറ്റ് മുഴുവൻ മാറ്റി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അത് മുൻകൂട്ടി നമ്മൾ ഒരു പോളിസി കാണുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങൾ എങ്ങനെയാണ് ഇതിലേക്കൊരു മാറ്റം സൃഷ്ടിച്ചെന്ന് പഠിക്കേണ്ടി വരും. ആവശ്യം പോലെ പഠനങ്ങളുണ്ട്. ഞാൻ ഈ ശാലിനി പറഞ്ഞ പീരീഡിൽ ഞാൻ ലാൻസെറ്റ് ഗ്ലോബൽ ഹെൽത്ത് കമ്മീഷൻ ഓൺ ഫിനാൻസിങ് പ്രൈമറി കെയർ എന്നൊരു കമ്മീഷണറായിരുന്നു. ലോകത്ത് ഈ ഹെൽത്ത് ഫിനാൻസിങ്ങിൽ ഏറ്റവും അറിയപ്പെടുന്ന ആൾക്കാരുടെ പ്രവർത്തിക്കേണ്ട അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്നത്തെ ഞങ്ങളുടെ ഒരു റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ ആരോഗ്യരംഗത്ത് ഫിനാൻസിങ്ങുള്ള ഇൻക്ലൂഡിങ് പ്രൈമറി കെയർ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉപയോഗപ്രദമായ പോംവഴി എന്ന് പറയുന്നത് ബ്ലെൻഡഡ് ക്യാപിറ്റേഷൻ. ഓരോ വ്യക്തിക്കും പിന്നെ ഒരു നിശ്ചിത തുക, അതിന് പല വേരിയേഷൻസ് ഉണ്ട്. എന്തായാലും അങ്ങനത്തെ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് തായ്ലൻഡിൽ ഉപയോഗിക്കുന്ന ഗ്ലോബൽ ഹെൽത്ത് ബഡ്ജറ്റ് ഉണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിസ്റ്റം ഇതിലേക്ക് നമ്മൾ പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് പിടിച്ചിരിക്കാൻ വിഷമമായിരിക്കും. അപ്പം അതിലും ഈ പോളിസി തിരിച്ചറിയുന്നതിൻ്റെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ, ഈ മാറ്റം ഒരു സുപ്രഭാതത്തിൽ ചെയ്യാൻ പറ്റില്ല. ഈ പോളിസി മാറ്റം നമ്മൾ പറയുമ്പോഴത്തേക്ക് ആദ്യത്തെ നടപടി എന്ന് പറയുന്നത് ആ പ്രശ്നം ഉണ്ടെന്നും അത് പരിഹരിക്കണമെന്നും ഒരു അവയർനെസ് ഉണ്ടാകുന്നതാണ്. ജനങ്ങളുടേക്ക് ഒരു പ്രശ്നം അവയർനെസ് ഉണ്ടാകുക എന്നാണ് പ്രോബ്ലമാറ്റൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഇത് അവയർനെസ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്കും എല്ലാവരും കൈയും കാലോട്ട് അടിക്കും, മാറ്റാമെന്നൊക്കെ പറയും, എന്തെങ്കിലും പിന്നെ ചടപടി ചെയ്യുകയും ചെയ്യും. അതിന് പകരം ഇന്ന് നമ്മുടെ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യേണ്ട കാര്യം, ഇത് വരാൻ പോകുന്നു എന്നൊരു സാധ്യത ഉണ്ടെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ്, സിസ്റ്റമിക് റിക്വയർമെൻ്റ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെ ഗവേഷണം നടത്തി പറ്റുമെങ്കിൽ അതിൻ്റെ പൈലറ്റ് നടത്തി പോളിസി മാറ്റത്തിന് ആവശ്യമായിട്ടുള്ള ആ തെളിവുകൾ, അറിവ് ശേഖരിച്ച് വയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ അക്കാഡമിക് സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ ആ മാറ്റം ഒരു ഡിമാൻഡ് ഉണ്ടായി വരുമ്പോഴത്തേക്ക്, അതായത് പോളിറ്റീഷ്യൻസും ഉദ്യോഗസ്ഥന്മാരും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ പോളിസികൾ പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ നൽകാനുള്ള, എവിഡൻസ് ബേസ് നൽകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ എടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പം ചാടിക്കയറി അത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് അറിയാത്തതുകൊണ്ട് അബദ്ധമാകും, രണ്ട് അതിനാളുകൾ തയ്യാറില്ലാത്തതുകൊണ്ട് പ്രശ്നമാവുകയും ചെയ്യും. പക്ഷെ അത് തയ്യാറെടുക്കുന്നതിൻ്റെ സമയമാണിത് എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഇതിനകത്തൊരു സംഗ്രഹിക്കാവുന്ന, നമുക്ക് ഈ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൽ പഠനം നടത്തണം. പബ്ലിക് ഹെൽത്തിൽ ഏറെ പഠനങ്ങൾ നടക്കേണ്ട ആവശ്യകത, കൂടാതെ നമ്മളൊരു ജനങ്ങൾ ഒരു അസുഖം വന്നാൽ ഒരു ജനറൽ മെഡിസിൻ്റെ ആദ്യം അപ്രോച്ച് ചെയ്യാൻ പബ്ലിക് ഹെൽത്ത് സെൻറ്ററിലേക്ക് പോവുക. അവിടുന്ന് റെക്കമെൻഡ് ചെയ്യുമ്പോൾ അടുത്ത ലെവൽ, സെക്കൻഡറി ലെവൽ അല്ലെ ടെർഷ്യറി ലെവലിലേക്ക് പോവുക. ഈ ഒരു മാറ്റവും വരണം. പക്ഷേ സാറ് ഹെൽത്ത് സെക്രട്ടറി ആയിരുന്ന കാലത്ത് തന്നെ ആർദ്രം മിഷൻ തുടങ്ങി എല്ലാ പബ്ലിക് ഹെൽത്ത് സെൻറ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻറ്ററുകളായി നവീകരിക്കുക, അങ്ങനെ വളരെയേറെ പരിഷ്കരണങ്ങൾ നടത്തി. അപ്പോൾ അത് വളരെയേറെ പ്രശംസനീയമാണെങ്കിലും ഇപ്പോൾ C&AG റിപ്പോർട്ടിലൊക്കെ പറയുന്നത് അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളുടെ വളരെ അക്യൂട്ട് ഷോർട്ടേജ് എന്നാണ് പറയുന്നത്. നമുക്ക് ആവശ്യത്തിന് ജനറൽ മെഡിസിൻ ഡോക്ടേഴ്സ് ഇല്ല, സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് അതിലും കുറവ് എന്നാണ് C&AG റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ നമ്മുടെ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ അന്നത്തെ കാലത്ത് നമ്മൾ നിരവധി പോസ്റ്റുകൾ സൃഷ്ടിച്ചു, അവിടെ ഇത് നടത്തിയെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നീടുള്ള കാലങ്ങളിൽ അത് തുടർന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇവിടെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ എല്ലാം തുടങ്ങി വെക്കും, കണ്ടിന്യൂവേഷനിൽ നമ്മൾ പരാജയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതും നമ്മളിപ്പോൾ തുടങ്ങി വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നെങ്ങനെ ഉറപ്പാക്കാൻ പറ്റും? ശാലിനി ആർദ്രത്തിൻ്റെ കാര്യം പറഞ്ഞു. ആർദ്രം ഒരു വ്യക്തമായിട്ടുള്ള ഒരു വിഷനോട് തുടങ്ങിയാണ്. ഞാൻ ഈ പറയുന്ന പോലുള്ള ആ ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ഒന്നും അതിനകത്ത് ഉദ്ദേശിച്ചിട്ടില്ല. നിലവിലുള്ള സംവിധാനത്തിന് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു അത്. അപ്പോൾ അതിന് അടിസ്ഥാനമായത് 2 വസ്തുക്കളാണ്. അതിനു മുമ്പുള്ള
നാഷണൽ സാമ്പിൾ സർവേയിൽ പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം എന്താണെന്ന് വെച്ചാൽ 34% ആൾക്കാർ മാത്രമേ സർക്കാർ ആശുപത്രി പോകുന്നുള്ളൂ. എന്ന് വെച്ചാൽ പാവപ്പെട്ടവർ പോലും പോകുന്ന സർക്കാർ ആശുപത്രി അല്ല, സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ശേഷം അവർ രണ്ടാമതൊരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ സർക്കാർ ആശുപത്രിയിൽ പോകാത്തതെന്നുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് അവിടുത്തെ ക്വാളിറ്റിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്നാണ്. കേരളത്തിൽ 2% ആൾക്കാർ മാത്രമേ ക്വാളിറ്റിയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. കാരണം അന്നും ഇന്നും സർക്കാർ ആശുപത്രിയിൽ ക്വാളിറ്റിയിൽ ആൾക്കാർ വലിയ സംശയമില്ല, മറ്റു പലതിനെ പറ്റിയും പ്രശ്നമുണ്ടെങ്കിൽ. പിന്നെ എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് 2 കാരണമാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. ഒന്ന്, ഭയങ്കര തിരക്ക്. 2, ആവശ്യമുള്ള സ്പെഷ്യലൈസേഷൻ അവിടെ ഇല്ല. അപ്പോൾ ആർദ്രത്തിൻ്റെ ഞങ്ങളുടെ ശ്രമം ഇത് രണ്ടും പരിഹരിക്കാനായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു രോഗി സൗഹൃദ ആശുപത്രി എന്ന നിലയ്ക്ക്, അതായത് ആളുകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇരിക്കാനുള്ള സൗകര്യം, കുടിക്കാനുള്ള വെള്ളം, ബാത്റൂം, എന്ന് വെച്ചാൽ സാധാരണ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിർബന്ധമായിട്ടും കിട്ടുന്ന കാര്യങ്ങളും അതിൻ്റെ അപ്പുറമോ സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ശ്രമം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഫലം ഇന്നിപ്പം ഏത് സർക്കാർ ആശുപത്രി പോയാലും കാണാൻ കഴിയും. പലയിടത്തും അടുത്ത കാലത്തൊരു ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയ ഒരു സിവിൽ സൊസൈറ്റി എന്നൊരു മാഗസിൻ ഒരു ഹെൽത്ത് ഇഷ്യൂ ഇറക്കിയത്. അതിനകത്ത് കേരളത്തിലെ ആശുപത്രികൾ കണ്ടിട്ട് അവർക്ക് വിശ്വാസം വരുന്നില്ല. അവർ ടീം വന്നിട്ട് പരിശോധിച്ച് നോക്കരുത്. അപ്പം ആ രോഗി സൗഹൃദമാക്കുന്ന ബാഹ്യ രീതിയിൽ രോഗി സൗഹൃദമാക്കാനുള്ള ഒരു സംവിധാനം അന്ന് ചെയ്യാൻ കഴിയും. ഈ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഉള്ളത് മുഴുവൻ അന്ന് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. കാരണം പറ്റുന്ന ചെയ്തു, പക്ഷേ ഈ നമ്മുടെ ഡിമാൻഡും അന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയും ഭയങ്കര വ്യത്യാസമായിരുന്നു. അപ്പോൾ അന്നാണ് കിഫ്ബി വരുന്നത്. ഞങ്ങൾ ഒരുപക്ഷെ ഏറ്റവും അധികം കിഫ്ബിയുടെ ധനം പ്രയോജനപ്പെടുത്തിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു ആരോഗ്യവകുപ്പ്. അപ്പോൾ അന്ന് ഞാനിത് ഇതിലോട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അന്ന് ഡോക്ടർ തോമസ് ഐസക്, അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി, എൻ്റെ അധ്യാപകനാണ്, അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇവിടെ താൻ ഈ കാശെ കൊണ്ടുപോയി ആശുപത്രി കിട്ടുന്നത്, അവസാനം വന്ന് മറ്റേ സ്റ്റാഫിനോടൊന്നും പറഞ്ഞേക്കരുത്, ഇവിടെ സ്റ്റാഫൊന്നുമില്ല. ഞാൻ പറഞ്ഞു, വേണ്ട, സ്റ്റാഫിനെ നമുക്ക് വേറെ വഴി കണ്ടുപിടിക്കാം. അതായത് അന്ന് ഈ ഒരു ആദ്യം കേരള സർക്കാർ പ്രധാനമന്ത്രി ആരോഗ്യ യോജനയുടെ PMJ ജന ആരോഗ്യ യോജന, ആയുഷ്മാൻ ഭാരതിൻ്റെ ഭാഗമായിട്ട് അതിനെ എതിർത്തിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇത് നിങ്ങൾ പൊളിറ്റിക്കലായിട്ട് എതിർക്കുന്ന കുറച്ച് കഷ്ടമാണ്. കാരണം 130 കോടി കേരളത്തിനെ സംബന്ധിച്ചും വലിയൊരു തുകയാണ്. അപ്പോൾ ഞങ്ങളൊരു കോംപ്രമൈസിലെത്തി, കേന്ദ്രമായിട്ട് നെഗോഷിയേറ്റ് അതിൻ്റെ പേര് വേറൊരു പേരിൽ അത് ഇറക്കി. അപ്പോൾ അത് കാസ്പ് എന്നുള്ള പേരിൽ ഇറക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ സുരക്ഷാ വാൽവ് എന്ന് പറയുന്നതാണ്. ഈ സൗകര്യങ്ങൾ വച്ചിട്ട് നമ്മുടെ കാസ്പിൽ ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ നൽകാൻ കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഒരു ബഡ്ജറ്റ് ലൈൻ നമ്മൾ ഉണ്ടാക്കും. നമ്മുടെ സ്റ്റേറ്റ് ബഡ്ജറ്റ് എന്ന് വരുന്ന സ്റ്റാഫ് വേറെ, കാസ്പിൽ നിന്ന് വരുന്ന സ്റ്റാഫ് വേറെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കാസ്പിൽ നിന്ന് വരുന്ന സ്റ്റാഫ് അവരുടെ നിലനിൽപ്പ് തന്നെ കാസ്പ് നന്നായിട്ട് നടത്തിയാൽ കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് എല്ലാം നന്നായിട്ട് പോവുകയാണെങ്കിൽ കാസ്പിൽ നിന്ന് നല്ലൊരു തുക ഇതിനകത്ത് കിട്ടും. മിക്കവാറും ആശുപത്രിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൾറെഡി കിഫ്ബി നൽകിയിട്ടുള്ളത് കൊണ്ട് നടത്താൻ ആവശ്യമായിട്ടുള്ള കാശ് കാസ്പിൽ ഉണ്ടാക്കാൻ പറ്റും എന്നായിരുന്നു അന്ന് എൻ്റെ വിശ്വാസം. ഇനി കാസ്പ് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ സ്വകാര്യ ഇപ്പം വളരെ നന്നായിട്ട് നടക്കുന്ന സർക്കാർ ആശുപത്രികളിൽ സ്വകാര്യ ആശുപത്രി റെഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ ആശുപത്രി വരികയാണെന്നുണ്ടെങ്കിൽ സ്വകാര്യ ഇൻഷുറൻസിൻ്റെ കാശ് നമുക്ക് കിട്ടിയാണ്. അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ ഒരു വിഷയം എന്ന് വെച്ചാൽ, എന്നാലും പോസ്റ്റ് ഈ സെപ്പറേറ്റ് ബഡ്ജറ്റ് ലൈൻ ഉണ്ടാക്കും. ശരിക്കും ഒരു ബ്ലെൻഡഡ് ഫൈനാൻസിങ് അങ്ങനെയായിരുന്നു തന്നെ. സർക്കാർ അങ്ങനെ നടന്നോ സാർ ചോദിച്ചാൽ, കാരണം ഈ CNDAG-യുടെ ഇപ്പൊ 2025 പുറത്തിറങ്ങിയ റിപ്പോർട്ടിലാണ് അക്യൂട്ട് ഷോർട്ടേജ് എന്നാണ്, മെഡിസിൻ ഷോർട്ടേജ്, പിന്നെ സർജറി. ശരിയാണ്. ഞാൻ ഇത് പലതും സംഭവിച്ചാൽ കഴിഞ്ഞിട്ട് 2019 ഞാൻ വിട്ടു കഴിഞ്ഞ ഉടനെ ഏതാണ്ടൊപ്പം തന്നെയാണ് കോവിഡ് കഴിഞ്ഞിട്ട് കാസ്പ് രക്ഷപ്പെടുത്തിട്ടില്ല. ഇന്നത്തെ എനിക്കിപ്പോൾ സർക്കാർ ഒരു ബന്ധമൊന്നുമില്ല, മീഡിയയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് 1700 കോടിയാണ് കാസ്പിൽ കൊടുത്തു കേൾക്കാനുള്ള കാശ്. എന്ന് വെച്ചാൽ ഈ സ്വപ്നങ്ങളൊക്കെ പോയി എന്നുള്ള പോട്ടെ, ഇന്നിപ്പം എങ്ങനെ അവർ ഇപ്പോൾ അടുത്ത കാലത്ത് ചില പ്രശ്നങ്ങളുണ്ടായല്ലോ. കാസ്പ് അന്നത്തെ പഴയ RSPയുടെ കാലത്തുണ്ടാക്കിയ ഒരു സ്കീമാണ്. ഇതിൽ നിന്നിരുന്ന കാശ് പൂർണ്ണമായിട്ട് അതിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും ആശുപത്രി സൂപ്രണ്ടുമാർക്കാണ് നമ്മൾ നൽകിയത്.
അപ്പോൾ ഏതെങ്കിലും ഡോക്ടർ വന്ന് എനിക്ക് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ക്ലാർക്കന്മാർക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. സൂപ്രണ്ടന്മാരുടെ കയ്യിൽ അതിൻ്റെ ഒരു തീരുമാനം എടുക്കാനുള്ള സംവിധാനമുണ്ട്. അവർക്കത് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. ഇത് മുഴുവൻ കാസ്പിലെ കാശ് കിട്ടാതായപ്പോഴത്തേക്കും പൊട്ടിപ്പോയി. അപ്പോൾ നമ്മളിപ്പോൾ സൂപ്പർമാരെ കുറ്റം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലെ സാഹചര്യത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അന്ന് കണ്ട സ്വപ്നങ്ങളെല്ലാം പിന്നെ തകർന്നടിഞ്ഞു പോയി. അതുകൊണ്ട് ഇന്നത്തെ ആൾക്കാർക്ക് അന്ന് കണ്ട ആ സ്വപ്നം നടപ്പാക്കാൻ സാധ്യത കുറവാണ്. ഇനി പോസ്റ്റ് ക്രിയേറ്റ് എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ സാമ്പത്തിക മോശമാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ആദ്യം നമ്മൾ കാസ്പ് നന്നാക്കേണ്ടി വരും. അതിന് ചില വഴികളൊക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് കാസ്പ് ഒരു ആരോഗ്യപരമായ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റിയിരിക്കും. ബജറ്റിൽ നിന്ന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് CNDAG എല്ലാവരും പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിപ്പോൾ ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, ജനങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചിലവാക്കുന്ന കാശ് കൂടുന്നതിനൊരു പ്രധാന കാരണം ഈ ഡയഗ്നോസിസിന് വേണ്ടി ചിലവാക്കുന്നതാണ്. അപ്പം OP കൂടി ഒരു ഇൻഷുറൻസിലേക്ക് കൊണ്ടുവരാൻ, ഇപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആയാൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനു മുൻപ് നടത്തുന്ന ടെസ്റ്റുകൾ അതൊന്നും അതിൽ വരുന്നില്ല. ഒന്നത്. പിന്നെ ഇപ്പോൾ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് കാരണം നമുക്കധികം ആശുപത്രിവാസം കൂടാതെ തന്നെ ഇപ്പോൾ റോബോട്ടിക് സർജറി ഒക്കെയാണ് ഒരു ദിവസം പോലും അഡ്മിറ്റ് ആവേണ്ട. പക്ഷേ 24 hours അഡ്മിഷൻ ഉണ്ടെങ്കിലേ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. അപ്പം സാങ്കേതികമായി നമ്മൾ വളരെയധികം പുരോഗമിക്കുന്നു. ഡയഗ്നോസിസ് ചെലവ് കുറയ്ക്കണം. അപ്പം ഇതിന് നമുക്ക് ഇൻഷുറൻസിനെ, ഈ കാസ്പിനെ തന്നെ എങ്ങനെ മെച്ചപ്പെടുത്താം? ഒന്ന്, അത് ഈ ചികിത്സാ പ്രോട്ടോക്കോളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫിനാൻസിങ്ങും മറ്റേ ആ സേവനം നൽകുന്നതിൻ്റെയും ഘടന പൂർണ്ണമായിട്ടും മാറ്റേണ്ടി വരും. ഇപ്പോൾ ഈ 7,800 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തരും പോയി 7,800 രൂപ അടയ്ക്കുകയല്ല ചെയ്യുന്നത്. ചിലർ ചിലപ്പോൾ 250 രൂപ ചിലവാക്കുള്ളൂ, മറ്റു ചിലർ കുറച്ച് 35 ലക്ഷം ചിലവാക്കിയെന്ന് വരാം. പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല ആർക്കാണ് ഈ ചിലവ് വരാൻ പോകുന്നത്. കുറേ പേർക്ക് എന്തായാലും ചിലവ് വരും നമുക്കറിയുകയും ചെയ്യാം. അപ്പോൾ ആർക്കാണോ ഇത് വരാമെന്നുള്ളതുകൊണ്ട് ആർക്ക് ഇത് വരുമെന്ന് നേരത്തെ അറിയാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പരിഷ്കൃത ആരോഗ്യ രീതികളിലൊക്കെ മുൻകൂട്ടി കാശടയ്ക്കുന്ന ഒരു സ്വരുക്കൂട്ടിയ ഒരു നിധി ഉണ്ടാക്കുന്ന പ്രീപെയ്ഡ് പൂൾഡ് ഫണ്ട് എന്ന് പറയും. അപ്പോൾ കുറച്ച് സർക്കാരിൽ നിന്ന് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇൻഷുറൻസ് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ തുക നേരത്തെ തന്നെ ആർക്ക് ഈ രോഗം വരുമെന്ന് അറിയാത്തതുകൊണ്ട് ആ ചിലവാകുന്ന തുക ആളോഹരിൽ വീതിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ തുക എല്ലാവരും അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലവാകുന്ന തുക ആദ്യമേ തന്നെ നമ്മുടെ കയ്യിൽ ലഭ്യമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ചികിത്സയിൽ മാത്രം ഊന്നിയുള്ള ഒരു ഫിനാൻസിങ് രീതിയോ സർവീസ് പ്രൊവിഷനോ ആയാൽ പൊട്ടിപ്പോവും. ഇപ്പം പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പകരം അതാണ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്നാണ് പറയുന്നത്. എല്ലാ ആരോഗ്യ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള തുക ഇതിനകത്ത് നിന്ന് കണ്ടെത്തുന്ന ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടി വരും. മറ്റു പല രാജ്യങ്ങളിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആരോഗ്യത്തിന് 2 ഭാഗമായിട്ട് വിഭജിക്കും. ഒന്ന് എസെൻഷ്യൽ പബ്ലിക് ഹെൽത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പം സാനിറ്റേഷൻ, അല്ലെങ്കിൽ വെക്ടർ കൺട്രോൾ, അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ സുരക്ഷിതത്വം. അപ്പോൾ ഇതൊക്കെ ചികിത്സയെക്കാളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഇതൊരിക്കലും അവഗണിക്കാൻ പാടില്ല. അത് അതിൻ്റെ ഒരു പബ്ലിക് ഗുഡ് എന്ന് നമ്മൾ എക്കണോമിക്സ് പറയുന്നതുകൊണ്ട് അത് സർക്കാർ ചിലവാക്കിയേ പറ്റും, വേറെ വഴിയൊന്നുമില്ല. ലോകത്ത് എല്ലായിടത്തും ഉള്ളൊരു സംവിധാനം അത് തന്നെ. നേരെ മറിച്ച് പേഴ്സണൽ കെയർ, അതിനകത്ത് തന്നെ പേഴ്സണൽ കെയറിൽ തന്നെ പല മേഖലകളുണ്ട്. ഇപ്പോൾ വാക്സിനേഷൻ ഫോർ ഇൻസ്റ്റൻസ്, അതൊക്കെ ഒരു മെറിറ്റ് ഗുഡാണ്. കാരണം ആളുകൾ വാക്സിനേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് മാത്രമല്ല പ്രശ്നം വരുന്നത്, മറ്റുള്ളവർക്കും വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതും ഒരു പക്ഷേ സർക്കാരിന് നൽകേണ്ടി വരും. നേരെ മറിച്ച് ചികിത്സാ ചെലവ് അത് OP ആയാലും IP ആയാലും മുഴുവൻ ഈ ഫണ്ടിൽ നിന്ന് വരേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ രീതിയിലുള്ള സർവീസ് പ്രൊവിഷൻ മുഴുവൻ മാറേണ്ടി വരും. പ്രൈമറി കെയർ ഇപ്പോഴത്തെ സംവിധാനം വെച്ചിട്ട് ഇപ്പോഴത്തെ മുഴുവൻ ആൾക്കാർക്കും പ്രൈമറി കെയർ കൊടുക്കാൻ ഈ സംവിധാനത്തിന് കഴിയില്ല. അതുപോലെ തന്നെ റെഫറൽ കൊടുത്താൽ തന്നെയും നോക്കാനും മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വകാര്യ മേഖല ഇതിനകത്ത് കൊണ്ടുവരേണ്ടി വരും. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ഡോക്ടർമാരോ ഇന്നിപ്പോൾ അവർ വംശനാശം വരുന്ന സമയത്ത് വരുമെങ്കിൽ അവർ നമുക്ക് ജനറൽ പ്രാക്ടീഷണറായിട്ട് ട്രെയിൻ ചെയ്ത് മാറ്റിയിട്ട് അവർക്ക് ഒരു പോപ്പുലേഷൻ അസൈൻ ചെയ്യുകയും അവർ റെഫർ ചെയ്യുന്നതിന് ചില ആശുപത്രി ഉണ്ടാക്കുകയും ചെയ്ത് വരുമ്പോഴത്തെ
ഒരു പൂൾ, ഒരു കമ്പൈൻഡ് ഒരു 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 ഫിനാൻസിങ് മെക്കാനിസം സ്വകാര്യ വ്യക്തികൾക്കും ലഭ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരളവ് വരെ ഈ ഒരു ചികിത്സാ ചെലവ് ഭയങ്കരമായിട്ട് വർദ്ധിക്കും, നമുക്ക് കുറയ്ക്കാൻ കഴിയും. വേറൊരു കാര്യം നമ്മൾ മറന്നു പോകുന്നത്, ഈ രോഗം വരുന്നത് ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പിന്നെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ കേരളം ആളുകൾ മറന്നു പോകുന്നൊരു കാര്യം വെച്ചാൽ 1930 കാലഘട്ടത്തിൽ കേരളത്തിൽ അങ്ങേയറ്റം രോഗാതുരതയുള്ളൊരു കാലമായിരുന്നു. മലേറിയ ഉണ്ടായിരുന്നു, മലമ്പനി ഉണ്ടായിരുന്നു, മന്തുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അന്ന് നമുക്കറിയാമായിരുന്നു. നമ്മൾ മറന്നു പോകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വിചാരിച്ചാൽ അത് നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഇന്നിപ്പോൾ ചികിത്സ വർദ്ധിക്കാൻ പോകുന്നത് പിന്നെ പിന്നെ ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ പറയുന്ന രോഗങ്ങളിൽ നിന്നാണ്. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ക്യാൻസേഴ്സ് അങ്ങനെ പറയുന്നത്. 2014 പിന്നെ അച്യുതമേനോൻ സെൻ്റർ നടത്തിയൊരു പഠനത്തിൽ 30% അഡൽട്സിനും പിന്നെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കണ്ടായി. 20% ഡയബറ്റിസ് ഉണ്ട്. 60 വയസ്സ് കഴിഞ്ഞ 67% ആൾക്കാർ ഒന്നിൽ ഡയബറ്റിക് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക്കാണ്. ഇവരെല്ലാം നേരെ ഈ സങ്കീർണമായിട്ടുള്ള രോഗത്തിലേക്ക് പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 2014 ഇത് ഒഴിവാക്കണമായിരുന്നെങ്കിൽ 1990 നമ്മൾ പിന്നെ പ്രൈമറി കെയറിൽ ഈ നോൺ കമ്മ്യൂണിറ്റി ഡിസീസ് ഇൻക്ലൂഡ് ചെയ്യണം. ചില നേരത്തെ പറയേണ്ട, അന്ന് ഞാനാണ് ഹെൽത്ത് സെക്രട്ടറി എന്ന്. അന്ന് ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. ആ പിന്നെ എവിഡൻസ് അന്ന് കിട്ടാത്തതിന് പറ്റിയ ഒരു അബദ്ധമാണത്. കാരണം അന്ന് നമ്മൾ ടി വിയും മറ്റു പലതും നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ശരിക്കും നോക്കേണ്ടിയിരുന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നോക്കാനുള്ള വിവരം അന്ന് നമുക്കുണ്ടായിരുന്നില്ല. എനിക്ക് അടക്കം ഉണ്ടായിരുന്നില്ല. റിസർച്ചിന്റെ പ്രാധാന്യമാണ് അത്. അതെ, ഡേറ്റയുടെ പ്രാധാന്യമാണ് അത് കാണിക്കുന്നത്. 2011 നമ്മൾ പിന്നെ NCDയുടെ ഒരു ശ്രമം നടത്തുന്നത്. പക്ഷെ കഷ്ടം എന്ന് വെച്ചാൽ ഇപ്പോഴും ഈ അടുത്ത പിന്നെ കാലം വരെ ഇതിൻ്റെ നിയന്ത്രണം, അതായത് നമ്മുടെ ചികിത്സയ്ക്ക് വന്നിട്ടുള്ള ആൾക്കാരുടെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ് നിയന്ത്രണം 20% താഴെയാണ്. എന്ന് വെച്ചാൽ നമ്മളെടുത്ത് അവർക്ക് ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പോയി കണ്ടുപിടിച്ച ആൾക്കാർ, നമ്മൾ ചികിത്സയിൽ വച്ചിരിക്കുന്ന ആൾക്കാരിൽ 75% ആൾക്കാരും ഈ ഇതുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട്, അതായത് ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും നിയന്ത്രണ വിധേയമാക്കാൻ പറ്റാത്തത് കൊണ്ട് അവരെല്ലാം നാളെ നമ്മുടെ ഈ ശാലിനി പറഞ്ഞ എക്സ്പെൻഡിച്ചറിലേക്ക് പോകാൻ പോവുകയാണ്. കാരണം ഇതെല്ലാം രോഗാതുരതയായിട്ട് വരും. അതിലും അപകടകരമുള്ള കാര്യം, അതാണ് ഒരു ഭയപ്പെടുത്തുന്ന കാര്യം, ഇന്ന് കുട്ടികളുടെ ഇടയ്ക്കുള്ള ഇത് കൂടി വരികയാണ്. പിന്നെ പൊണ്ണത്തടി കൂടി വരികയാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കളികൾ നിർബന്ധമായിരുന്നു. ഇത്ര സംബന്ധിച്ച് കളിച്ചിരിക്കണം, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ. ഇന്ന് കളിക്കാൻ കുട്ടികളെ അനുവദിക്കാറില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനൊരു പ്രിൻസിപ്പളിനോട് ചോദിച്ചു, എങ്ങനെ ഈ കുട്ടികൾ ഇങ്ങനെ, നിങ്ങൾക്ക് ഒന്നാം തരം കളിസ്ഥലമുണ്ട്, എന്തുകൊണ്ട് ഈ കുട്ടികളെ കളിക്കാൻ വിടുന്നില്ല? അദ്ദേഹം പറഞ്ഞു, സാറേ ഇത് എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഞാനത് ഈ കുട്ടികളെ കളിക്കാൻ വിട്ടാൽ PTA അല്ലെങ്കിൽ പിന്നെ രക്ഷകർത്താക്കൾ ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കുകയാണ്. ഇവർക്ക് ട്യൂഷന് പോകുമ്പോഴത്തേക്ക് ഇവർ ഉറങ്ങിപ്പോകുമെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മളിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മതിയായ വ്യായാമം ഇല്ലാതെ പിന്നെ അനാവശ്യമായിട്ടുള്ള ആഹാരങ്ങൾ നൽകിക്കൊണ്ട്. അപ്പോൾ ഇത് പിന്നെ വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു കിട്ടുന്നില്ല. ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ഒരു തീരുമാനം നമ്മൾ എടുക്കണം, മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ ജനറൽ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ ഒരു നേതൃത്വത്തിൽ പോകുന്ന ഒരു ചികിത്സാ ശൈലിയിലേക്ക് മാറണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത്? ശാലിനി പറയുന്നത് മിക്കവാറും ജനറൽ പ്രാക്ടീസ് എന്ന് NHSൽ പറയുന്ന ഒരു രീതിയെ കുറിച്ചായിരിക്കും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫാമിലി മെഡിസിൻ സ്പെഷ്യലിസ്റ്റുകൾ, അതിൽ ചെറിയ വ്യത്യാസം. ബ്രിട്ടനിലും മറ്റേ കോമൺവെൽത്ത് രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, കാനഡ, അവിടെയൊക്കെ ഈ ചികിത്സയുടെ, എൻ്റെ ആരോഗ്യം ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു ജനറൽ പ്രാക്ടീഷനാണ്. ഈ ജനറൽ പ്രാക്ടീഷണർ ചുമ്മാ MBBS കഴിഞ്ഞൊക്കെ ഇരിക്കുന്ന ആളല്ല. 3 വർഷം വളരെ ടഫായിട്ടുള്ള ഒരു പരിശീലനം കഴിഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റാണ് ഈ ജനറൽ പ്രാക്ടീഷണർ. അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള മിക്കവാറും എല്ലാ ചികിത്സയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. അപ്പോൾ നമ്മൾ ഈ ജനറൽ മെഡിസിൻ എന്ന് പറയുന്നതല്ല, ജനറൽ പ്രാക്ടീഷണർ എന്നുള്ള ഒരു കോഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ PHCകളിൽ മുഴുവൻ ഈ ഇത്തരത്തിലുള്ള പിന്നെ ജനറൽ പ്രാക്ടീസ് പരിശീലനം കിട്ടിയ ഡോക്ടർമാർ വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് ഈ ജനറൽ മെഡിസിൻ എന്ന് ശാലിനി പറഞ്ഞ ഉദ്ദേശിക്കാൻ സാധ്യതയുള്ള കാര്യം. ജനറൽ പ്രാക്ടീഷണർ
NHS ജനറൽ പ്രാക്ടീഷണർ പോലെ ഒരു വിദഗ്ധൻ വരികയാണെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കും. നിലവിൽ നമുക്ക് MBBSകാരാണ് പബ്ലിക് ഹെൽത്ത് സെന്ററിൽ ജനറൽ മെഡിസിൻ ഡോക്ടേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അവര് ജനറൽ മെഡിസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഒരു സ്പെഷ്യലൈസേഷനാണ്. ഈ ജനറൽ പ്രാക്ടീസ് എന്ന് പറയുന്നതാണ് പ്രൈമറി കെയറിൻ്റെ ആ ഒരു 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 രീതി എന്ന് പറയുന്നത്. അത്തരത്തിൽ സ്പെഷ്യലൈസേഷൻ നമുക്കില്ല. അടുത്ത കാലത്ത് ഫാമിലി മെഡിസിൻ എന്നൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രക്ചറലി തന്നെ അതിന് മാറ്റം വരുത്തണം. കാരണം ഈ ഫിസിഷ്യനായിട്ട് വരുന്ന ഡോക്ടേഴ്സ് MBBS കഴിഞ്ഞ് ജനറൽ ഈ നമ്മുടെ ഘടന അറിയാമല്ലോ, 5000 പേർക്ക് ഒരു സബ് സെൻറ്റർ, 30,000 പേർക്ക് ഒരു PHC. അപ്പോൾ ഈ 30,000 പേരുടെയും ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആ PHC ആണ്. അപ്പോൾ ആ PHC ഒരു ജനറൽ പ്രാക്ടീഷണർ കീഴിൽ വരികയും താഴെ സബ് സെൻറ്ററിനും മറ്റു ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, പിന്നെ ഡിജിറ്റൽ അങ്ങനെ പലതും വരേണ്ടി വരും. അത് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഈ 30,000 പേരുടെ മുഴുവൻ ആരോഗ്യം മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരു ജനറൽ പ്രാക്ടീഷണർ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗുണപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. അതുകൂടാതെ ഈ OP ഇൻഷുറൻസിൽ കൊണ്ടുവരാൻ എന്ത് ചെയ്യണം? OP ഇൻഷുറൻസ് അതല്ല, ഏറ്റവും പിന്നെ ഒരു കോംപ്രിഹെൻസീവായിട്ട്, അതായത് എന്ത് രോഗം വന്നാലും പിന്നെ ചെറിയ ഒരു ഇത് തൊട്ട് അങ്ങേയറ്റം വരികയാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ചെലവ് വഹിക്കാൻ കഴിവുള്ള ഒരു സംവിധാനമാണ് യൂണിവേഴ്സൽ കവറേജ് എന്ന് പറയുന്നത്. അത് വന്നാൽ മാത്രമേ പറയാനുള്ളൂ. അത് OP മാത്രം കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല, മാനേജ് ചെയ്യാൻ വിഷമമായിരിക്കും ചെയ്യും. OPയും IP-യും കമ്പൈൻ ചെയ്തിട്ട് ഒരു വ്യക്തിക്ക് ഒരു വർഷം ചിലവാകാൻ സാധ്യതയുള്ള ഇത്രയും തുകയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയും, കാരണം അല്ലെങ്കിൽ എന്ത് പറ്റും, ഇപ്പോൾ OPക്കാണ് നമ്മൾ ഇൻഷുറൻസ് കൊടുക്കുന്നത്, ആ OPയിൽ ഇരിക്കുന്ന ആളിന് കാശ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, മുകളിലേക്ക് അയക്കേണ്ട കാശ് പോലും നോക്കാതെ അങ്ങനെ ചികിത്സിക്കും. അതൊരു അനാരോഗ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ആശുപത്രിക്കാണ് പിന്നെ കാശ് കിട്ടുന്നതെങ്കിൽ ആശുപത്രികളിലോട്ട് മുഴുവൻ പോകും. അപ്പോൾ ഇത് ഈ ആരോഗ്യരംഗത്ത് എങ്ങനെ ചെലവ് നടക്കും എന്നുള്ളത് സാരോപദേശം നടത്തിയിരുന്ന യാതൊരു കാര്യമില്ല. ഇതെല്ലാം ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവിൻ്റെ പുറത്താണ് പോകുന്നത്. ഇതിൻ്റെ എന്ത് ചെയ്താൽ അതിൻ്റെ പരിണിതഫലം എന്താണ് എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ഗവേഷണങ്ങൾ കൊണ്ട് ആളുകൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് വേണ്ട എന്താണോ അതിനനുയോജ്യമായിട്ടുള്ള പിന്നെ സേവന വ്യവസ്ഥയും ഫിനാൻഷ്യൽ വ്യവസ്ഥയും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ തന്നെയും ഇത് നടപ്പാക്കിയുള്ള രാജ്യങ്ങളിൽ ഇന്നത്തെ പ്രശ്നങ്ങൾ കാണുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ശാശ്വതമായിട്ടുള്ള പരിഹാരമൊന്നും ഉണ്ടാവില്ല. ഓരോ സമയത്തും നമ്മളതിൻ്റെ പുറകെ ശ്രദ്ധിച്ച് നിൽക്കേണ്ടി വരും. നമ്മളിപ്പോൾ നോക്കാത്തൊരു മേഖലയാണ് ഹെൽത്ത് സിസ്റ്റം, ഹെൽത്ത് ഫിനാൻസിങ്. അതൊരു പ്രാധാന്യമുള്ള മേഖലയായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് പരിഹരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. സാർ പറഞ്ഞതുപോലെ ഈ വിദേശ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയുടെ നിക്ഷേപമൊക്കെ ഏറെയും അവരുടെ ഒരു നിയന്ത്രണത്തിലേക്ക് വന്ന സ്വകാര്യ ആശുപത്രികളിൽ നമ്മൾ ഒരു പനി പിടിച്ച് ചെന്നാലും ഇപ്പോൾ സാധാരണ ഒരു കൗണ്ട് അറിയാനുള്ള ഒരു ബ്ലഡ് ടെസ്റ്റിന് ഓരോ വൈറൽ പനി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ നടത്തും. അപ്പോൾ അത് കാരണം നമുക്ക് സമയനഷ്ടം, ധനനഷ്ടം ഒക്കെയാണ് ഉണ്ടാവുന്നത്. ചില കേസുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വൈകി ചില മരണങ്ങൾ വരെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്വകാര്യ ആശുപത്രികളെ കൂടി ഒരു കൃത്യമായ ചികിത്സാ പ്രോട്ടോക്കോളിലേക്ക് കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത്? സർക്കാർ ആശുപത്രികളിൽ എന്ന പോലെ തന്നെ സ്വകാര്യ ആശുപത്രികളിൽ ഒരേ ചികിത്സാ പ്രോട്ടോക്കോൾ? അല്ല, ചികിത്സാ പ്രോട്ടോക്കോൾ ഒരു അന്ധവിശ്വാസമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ അത്രയ്ക്ക് ഡിജിറ്റലൈസ്ഡ്, കമ്പ്യൂട്ടറൈസ്ഡ് പിന്നെ പേഴ്സണലൈസ്ഡ് മെഡിസിൻ വേണ്ടി വരും. എവിടെയാണോ ആളുകൾക്ക് കാശുണ്ടാക്കാൻ പറ്റുന്നത്, ഞാൻ പറഞ്ഞ അവിടെ ഇരിക്കുന്ന ദേവദൂതന്മാരൊന്നുമല്ല, മനുഷ്യരാണ്. കാശുണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അവർക്ക് കാശുണ്ടാക്കാൻ അവസരം ഉണ്ടാക്കിയെടുത്താൽ അവർ കാശുണ്ടാക്കും. അത് പിന്നെ നമ്മളിങ്ങനെ പിന്നെന്താ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെയെന്ന് ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. പകരം എന്താണ് വഴി നമ്മൾ ആലോചിക്കട്ടെ. ഇപ്പോൾ തലവേദനയും കൊണ്ട് എന്തിനാ പിന്നെ മറ്റേ ഈ വിദേശ ഇതുള്ള ആശുപത്രി പോകുന്നത്, അല്ലെങ്കിൽ പനിയും കൊണ്ട് നമ്മുടെ കുടുംബത്തിനടുത്തുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയി കണ്ടാൽ പോരെ. അങ്ങനൊരു സംവിധാനം ഉണ്ടാക്കുകയും, എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ ആദ്യമേ തന്നെ ഇവിടെ പോകുന്നതിന് പകരം അടുത്തുള്ള എൻ്റെ ഡോക്ടർക്ക് പോകാൻ പറ്റും എന്നുള്ള സംവിധാനം വരികയും ആളുകളുടെ രീതി അങ്ങനെ മാറി ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നമ്മളെ പിന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നതിൽ താല്പര്യമുണ്ട്. കാരണം നമ്മൾ വീണ്ടും അവിടെ ചെല്ലേണ്ടതാണ്. അപ്പോൾ ഈ ഓരോ മേഖലയിലുള്ള ആൾക്കാരുടെ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് മനസ്സിലാക്കിയിട്ട് ആ രീതിയിലേ അവർ പെരുമാറൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ രീതിയിൽ നമ്മുടെ പെരുമാറ്റം മാറ്റാനൊരു സംവിധാനം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അല്ലാതെ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാവരും വളരെ മൂല്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്നത് നടക്കില്ല. അപ്പോൾ ആ ഒരു എങ്ങനെ ചെയ്യാമെന്ന് നമുക്കറിയുകയും ചെയ്യാം. എന്തുകൊണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത്
എനിക്കിപ്പം ഒരു രോഗം വന്നാൽ എന്തുകൊണ്ട് എനിക്കൊരു പിന്നെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിലോ, അതല്ല ഞാനിപ്പം കാശ് കൂടിയ ആളാണെങ്കിൽ എനിക്ക് സർക്കാർ ആശുപത്രിയിൽ പോകാൻ ഇഷ്ടമല്ലെങ്കിൽ ഒരു 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 പ്രൈവറ്റ് ജനറൽ പ്രാക്ടീഷണർ പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇപ്പോൾ കേരളത്തിൽ ഇപ്പം അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരുപാട് ചെറിയ ആശുപത്രികൾ ഇവിടെ ഉണ്ട്. അവർ നമുക്ക് ഓർഗനൈസ് ചെയ്തിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റില്ലേ? ഞാൻ ശ്രമം നടത്തിയതാണ്. പിന്നെ ഈ ചെറിയ ആശുപത്രികളെ വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് അധികം കാലം നിങ്ങൾ നിൽക്കുമെന്ന് തോന്നുന്നില്ല, പകരം നമുക്ക് ഇങ്ങനെ മാറ്റിക്കൂടെ എന്ന് ചോദിച്ചിരുന്നു. അതിനുശേഷം അവർ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ആ സംവിധാനം, അതായത് ഹെൽത്ത് സെക്ടർ മുഴുവൻ അങ്ങനെ ഒരു മാറ്റം വരുത്താത്തത്തോളം കാലം നമ്മൾ കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പോയി തലവെച്ച് കൊടുക്കുകയാണ്. ഈ അടുത്തുള്ള നമുക്കറിയാവുന്ന ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നതിന് പകരം വെറുതെ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു പിന്നെ ആവശ്യപ്പെട്ട് ചെന്നിട്ട് പിന്നെ അത് പറ്റി എന്ന് നോക്കി കരയുന്നതിന് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പകരം അടുത്ത് ഒരു നമുക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടറെ കണ്ടുപിടിക്കുക, ആദ്യത്തെ ചികിത്സ അദ്ദേഹത്തിനടുത്ത് പോവുക, അദ്ദേഹം പറയുകയാണെങ്കിൽ മാത്രം മറ്റു സ്ഥലങ്ങളിലേക്ക് പോയാൽ മതിയാകും. അങ്ങനെ ഒരു രീതി നമ്മൾ മാറ്റേണ്ടി വരും. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കാശ് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരും. ഈ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാരിൻ്റെ എക്കണോമിക് സർവേ റിപ്പോർട്ട് പറയുന്നത് നമ്മൾ 3.5 കോടി ജനങ്ങളുള്ളതിൽ 2.5 കോടിയിലേറെ ജനങ്ങളുടെ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽസിൽ അത് ഇലക്ട്രോണിക് റെക്കോർഡ്സായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പം സാർ ഈ പറഞ്ഞ പരിഷ്കരണങ്ങൾക്ക് നമ്മൾ അതിൻ്റെ ബേസ് സാറിൻ്റെ കാലത്ത് തന്നെ ഇട്ട് കഴിഞ്ഞു. പിന്നെ കിരൺ സർവേ ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. അപ്പോൾ അത് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് തുടങ്ങി വെച്ച സർവേ ആയിരുന്നു. പക്ഷേ ഇത് കൂടാതെ നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യണം? സാറ് പറഞ്ഞ ഒരു സിസ്റ്റത്തിലേക്ക് വരണം എന്നുണ്ട്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വേണം. പിന്നെ കണ്ടിന്യൂഷന് മുമ്പ് നടന്നു നോക്കുന്നതായിരിക്കും നല്ലത്. അതെ, ഈ ഹെൽത്ത് ഒരു വലിയൊരു വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ആർക്കിടെക്ചർ നിങ്ങൾ ഉണ്ടാക്കിയ കാര്യമാണ്. അതായത് എല്ലാ വ്യക്തികൾക്കും ഒരു ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉണ്ടാകും. ഓരോ തവണ സർക്കാർ ആശുപത്രി പോകുമ്പോഴും ആ റെക്കോർഡിലോട്ട് നമ്മളുടെ ഈ ചികിത്സാ വിവരങ്ങൾ ഫീഡ് ചെയ്യും. അവിടെ അങ്ങനെ ലോഞ്ചിറ്റ്യൂഡൽ ഹെൽത്ത് റെക്കോർഡ് അതങ്ങനെ വളർന്നു വരും. ഇത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഡിജിറ്റൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ തുടങ്ങിയ സാധനമാണ് ഈ ഹെൽത്ത്. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, അത് വളരെ വളരെ അംബീഷ്യസ് ആയിപ്പോയി. ഇന്നിപ്പോൾ വീണ്ടും ചെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഗ്രാനുലറായിട്ട് താഴെ നിന്ന് ഈ വലിയ ആർക്കിടെക്റ്റ് കൊണ്ടുവന്നിട്ട് താഴോട്ട് പോകുന്നതിന് പകരം പിന്നെ താഴെ നിന്ന് മുകളിലേക്ക് ഉണ്ടാകുന്ന ഒരു സംവിധാനം ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് പിന്നെയും വളർന്നു പോകാൻ. അപ്പോൾ അത് ആ ആർക്കിടെക്ചർ പിന്നെ മാത്രമല്ല, ഞങ്ങൾ തയ്യാറാക്കുന്ന 2012 തുടങ്ങി, അതായത് 2013 അപ്രൂവ്ഡായി. അന്നത്തെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ മാറിക്കഴിഞ്ഞു. അന്നെല്ലാം ഈ സെൻട്രലൈസ് ഡിസൈൻ ആയിരുന്നു. ഇപ്പോൾ പിന്നെ ഗൂഗിളൊന്നും ഒന്നും സെൻട്രലൈസ് അല്ലല്ലോ വയ്ക്കുന്നത്, എല്ലാം ഡീസെൻട്രലൈസ് ആർക്കിടെക്ചറാണ്. അപ്പോൾ ഇന്നിപ്പം ആ പഴയ സെൻട്രലൈസ് ആർക്കിടെക്ചർ കൊണ്ട് പോയാൽ നടക്കില്ല. അന്ന് നമ്മൾ സെർവർ വഴിയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ സെർവർ ഒക്കെ പറഞ്ഞാൽ ആളുകൾ ചിരിക്കും, എല്ലാം വെബ് ബേസ്ഡ് ആക്കണം. അപ്പോൾ നമ്മളിപ്പോഴും വെബ് ബേസ്ഡ് അല്ല. അപ്പോൾ പിന്നെ ഈ പറയുന്ന 2 ലക്ഷത്തി അത്രയും 2.5 കോടിയിലേറെ ജനങ്ങളുടെ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യും. ആ നമ്മൾ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അത്ര ലളിതമൊന്നുമല്ല. പിന്നെ ആ ഒരു ഇപ്പം ഏതെങ്കിലും സർക്കാർ ആശുപത്രി പോയി ഈ ആധാർ നമ്പർ കൊടുത്തിട്ട് നോക്കിയാൽ ആ ഡേറ്റ അവിടെ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ആ ഡേറ്റ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അതെൻ്റെ ഒരു നല്ല കാര്യമാണ്. ഇപ്പോൾ ഈ ഹെൽത്ത് ഇപ്പോൾ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പുതിയൊരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ട് അന്ന് കളക്ട് ചെയ്ത ഡേറ്റ നമുക്കൊരു റെക്കോർഡാക്കി എടുക്കാനുള്ള ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഹെൽത്ത് ഇന്നൊരു കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടിട്ടുണ്ട്. അന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു ഡിസൈൻ ആർക്കിടെക്ചർ പ്ലാൻ ചെയ്യുന്ന ഒരാൾ വേണം. കാരണം ഞാൻ പറഞ്ഞ പോലെ സെൻട്രലൈസ്ഡ് ആർക്കിടെക്ചറിൽ നിന്ന് ഡീസെൻട്രലൈസിലേക്ക് മാറേണ്ടി വരും. അതൊരു സാമാന്യ സങ്കീർണമല്ല പ്രക്രിയമാണ്, അത് ശരിയാക്കേണ്ടി വരും. സെർവർ ഇന്ന് ഏതാണ്ട് പിന്നെ 90% ഓവർലോഡറാണ്. അത് പിന്നെ വെബിലേക്ക് മാറ്റേണ്ടി വരും. ഇപ്പം വെബിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാർ ഡേറ്റ പ്രൈവസി എന്നൊക്കെ പറഞ്ഞ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ചില മാറ്റങ്ങൾ വരുത്താതെ ഈ ഹെൽത്തിലെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മൾ തുടങ്ങി വച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ എന്തെങ്കിലും ഇതിനെപ്പറ്റി വിവരമുള്ള ആരെങ്കിലും വരികയും കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പോസിബിലിറ്റി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതൊരു നല്ല വലിയ വലിയ സ്വപ്നത്തോടെ തുടങ്ങിയൊരു സംരംഭമായിരുന്നു. പക്ഷേ
ഇന്നിപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ വരുത്താൻ കഴിയാതെ ഈ ഹെൽത്ത് ഒരു എഗെയിൻ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ സർക്കാരുടെ യാതൊരു ബന്ധവുമില്ല, പിന്നെ എന്ത് നടക്കുന്നത് എനിക്ക് അറിഞ്ഞും കൂടാ. ഞാൻ ഈ താഴെത്തട്ടിൽ ഞാൻ പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളിൽ നടക്കുന്ന കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ അങ്ങനെ ചില മാറ്റങ്ങൾ വരുത്താതെ ആ പഴയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. സാർ നേരത്തെ പറഞ്ഞ പോലെ കോവിഡിന് ശേഷം നമുക്ക് കാസ്പിന് ആവശ്യമായ ഫണ്ട് ലഭിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ CAG റിപ്പോർട്ടിൽ പറയുന്നത് പിന്നെ ഡോക്ടേഴ്സ് ഷോർട്ടേജ് തന്നെ 1160 ഉണ്ട്, നേഴ്സസ് 978, പാരാമെഡിക്സ് 716, അതർ സ്റ്റാഫ് 4430. ഇത്രയും ഷോർട്ടേജ് ഒരു 2022 വരെയെങ്കിലും ഉണ്ടെന്നാണ് 2022 വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ ഇതിലും കൂടുതലായിരിക്കണം. അപ്പോൾ നമുക്ക് ഈ ഷോർട്ടേജ് പരിഹരിക്കണം, ഹെൽത്ത് ഡേറ്റയുടെ ഒരു സർവേ പൂർത്തിയാക്കണം. എങ്കിലേ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ ഈ GP ലെഡ് ഹെൽത്ത് കെയറിലേക്ക് നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പെങ്കിലും അത് വേണം. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടത്? കാരണം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ വളരെ പരിമിതമാണ്. അപ്പോൾ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ, അതുപോലെ തന്നെ നമുക്ക് മെഡിസിൻ ഷോർട്ടേജ് ഉണ്ട്, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഷോർട്ടേജ് മെഡിക്കൽ കോളേജുകളിലൊക്കെ സിവിയർ ആണെന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അത് നമ്മൾ ഡോക്ടർ ഹാരിസിൻ്റെ കേസിൽ അത് പുറത്ത് ജനങ്ങൾ അതറിഞ്ഞതുമാണ്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? സർക്കാരിൻ്റെ ഈ പരിമിതികൾക്കുള്ളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? സാറിന് ആദ്യം പറഞ്ഞ ആ കാര്യവും കാസ്പുമായിട്ടും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പിന്നെ ഈ പറഞ്ഞ CAG കാണിച്ച പോസ്റ്റുകളെല്ലാം സാങ്ഷൻ പോസ്റ്റുകളാണ്. അതിൽ റിക്രൂട്ട്മെന്റിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു തടസ്സവും വെച്ചിട്ടില്ല. കാര്യക്ഷമമായിട്ട് റിക്രൂട്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. ഉള്ള ഒഴിവുകൾ നികത്താതെ കിടക്കുകയാണ്. അത് ഫിനാൻസിന്റെ കുഴപ്പമല്ല, അത് നമ്മുടെ റിക്രൂട്ട്മെന്റിന് വരുന്ന പാളിച്ചയല്ലേ. അപ്പൊ അത് പരിഹരിക്കാൻ വലിയ വിഷമമൊന്നുമില്ല. പണ്ട് ഞങ്ങൾ ചെയ്ത് കാണിച്ചതാണ്. ഇൻഫാക്ട് എൻ്റെ പീക്ക് സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 42 വേക്കൻസി മാത്രമാണ് ഡോക്ടർമാരുടെ ഉണ്ടായിരുന്നത്. അതിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. അത് പരിഹരിക്കാവുന്നില്ല. അതിന് ഫിനാൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് കാര്യക്ഷമത ഇല്ലായ്മ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ആ ഡേറ്റ എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഇത് പുതുതായിട്ട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തതല്ല, ഉള്ള പോസ്റ്റില് വേക്കൻസിയാണ് പറഞ്ഞത്. അതെ, അതിന് ഫിനാൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതൊരു കാര്യശേഷി ഇല്ലായ്മ തന്നെയാണ്, വേറൊന്നുമല്ല. കാരണം ഇത് പണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ ഡോക്ടർമാർ MBBS ഡോക്ടർമാർ തൊഴിലില്ലായ്മ എന്ന് കേരളത്തിലുണ്ട്. നഴ്സുമാർ തൊഴിലില്ലായ്മയുണ്ട്. എന്നിട്ട് ആളെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് അതിന് വെറുതെ ഒഴിവൊഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സോ അത് ശരിയല്ല. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി പ്രശ്നമാണ്. അതിപ്പോൾ നമ്മളൊക്കെ അതിനകത്ത് ഉത്തരവാദികളാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സമ്പന്നർക്ക് നമ്മൾ നോക്കിയില്ലെങ്കിൽ അവരവരെ കാര്യം നടത്തും. പക്ഷെ പാവങ്ങളുടെ കാര്യം നോക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എല്ലാം സർക്കാർ നൽകുന്ന ഒരു സംവിധാനം പ്രതീക്ഷിക്കാതെ ഇപ്പം കാസ്പിൻ്റെ ഒരു വിഭാഗം ആൾക്കാരുടെ തുക സർക്കാർ നൽകുന്നു, ഏറ്റവും പാവപ്പെട്ടെടുത്ത് നൽകുന്നു. ബാക്കിയുള്ളവർക്ക് ഒരു മാച്ചിങ് കോൺട്രിബ്യൂഷൻ എടുക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്കും പ്രയോജനമുണ്ട്. കാരണം ഇന്നിപ്പം ആശുപത്രിയിൽ പോകുമ്പോഴത്തേക്ക് MRI വെള്ളിലേക്ക് ഇടുമ്പോൾ എത്ര കാശാണ് പോകുന്നത്? ആ MRIയുടെ കാശ് അതിൻ്റെ പകുതി പ്രീമിയം കൊടുത്താൽ മതി, ആളുടെ രക്ഷപ്പെടും. അപ്പോൾ ആ പഴയ എല്ലാം സർക്കാർ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഹെൽത്ത് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാനിത് നിർദ്ദേശിച്ചതാണ്. കാരണം ഈ കാസ്പ് നമുക്കിപ്പോൾ യൂണിവേഴ്സലൈസ്ഡ് ആക്കണമെന്നുണ്ടെങ്കിൽ സർക്കാരിനെ കൊണ്ട് നടക്കില്ല. കുറച്ചെങ്കിലും നമുക്ക് കോൺട്രിബ്യൂഷൻ ആളിൽ നിന്ന് സ്വീകരിച്ചിട്ട് ചെയ്യാം എന്നൊരു നിർദ്ദേശം വന്നപ്പോഴത്തേക്ക് അതൊന്നും യാതൊരു കാര്യത്തിലും അതൊരു പൊളിറ്റിക്കൽ ആത്മഹത്യാപരമായിരിക്കും എന്നായിരുന്നു അന്നത്തെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ. അത് ശരിയാണ് താനും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രശ്നം അംഗീകരിച്ചിട്ട് പ്രശ്നത്തിൻ്റെ പരിഹാരം പരിഹരിക്കേണ്ടതാണ് എന്നെല്ലാവരും സമ്മതിക്കുകയും രണ്ട് മുന്നണികളും തമ്മിൽ അഭിപ്രായ സമന്വയം ഉണ്ടായി ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ ആരെങ്കിലും ചാടിക്കറി ചെയ്യാൻ തുടങ്ങിയ ആളുടെ കാര്യം പോക്കാണ്. ഇവിടുത്തെ ഒരു കേരളത്തിൽ നടക്കുന്ന പാർട്ടിസാൻ കൺഫ്രണ്ടേഷണൽ പോളിറ്റിക്സ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ ഒരു പാർട്ടിയും തയ്യാറാവാൻ തോന്നുന്നില്ല. തയ്യാറായത് അത് മണ്ടത്തരമായിരിക്കുകയും ചെയ്യും. പക്ഷേ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇന്ന് ചിലവായിക്കൊണ്ടുന്നതിൻ്റെ കുറച്ച് തുക കൂടി ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നിട്ട് ഒരു ന്യായമായിട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും മീഡിയയും, ഏറ്റവും വലിയ പ്രശ്നം മീഡിയയാണ്. കാരണം സെൻസേഷൻ അത് കിട്ടുമെന്നുള്ളത് കൊണ്ട് അതിനടുപ്പം തന്നെ കോൺട്രവേഴ്സി ആക്കുകയും രാഷ്ട്രീയക്കാർക്ക് അതിൻ്റെ പറയാൻ നിന്നേ പറ്റുള്ളൂ. അപ്പോൾ ആ
അഭിപ്രായ സമന്വയം നമുക്ക് ഉണ്ടാക്കുകയും ഈ പ്രശ്നം പരിഹരിക്കേണ്ടതാണ്, അല്ലെ പ്രശ്നമുണ്ട് എന്ന് ആദ്യം അംഗീകരിക്കുക. ഈ കേരളത്തിന് ആരോഗ്യരംഗത്ത് പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കാൻ തന്നെ നമുക്ക് ഭയങ്കര വിഷമമാണ്. പ്രശ്നമുണ്ടെന്ന് ആദ്യം അംഗീകരിക്കുക. 2, ആ പ്രശ്നം പരിഹരിക്കാനുള്ള വഴികൾ ഒരുമിച്ച് എക്സ്പ്ലോർ ചെയ്യുക. അത് നടപ്പാക്കേണ്ടതാണെന്നൊരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആ ഒരു ചർച്ച പോലും ഇപ്പം നടക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ട്രാജഡി. ഇപ്പോൾ കിരൺ സർവേ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നെങ്കിൽ നമ്മൾ വൺ ഹെൽത്ത് പോളിസി തുടങ്ങിയത് പകർച്ചവ്യാധികൾ കാരണം ഓരോ വർഷവും പുതിയ പുതിയ പകർച്ചവ്യാധികളാണ് വരുന്നത്. നമ്മൾ പശ്ചിമഘട്ടത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഈ മനുഷ്യമൃഗ ഈ സംഘർഷങ്ങൾ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു വൺ ഹെൽത്ത് പോളിസി എനിക്ക് തോന്നുന്നു സാറിൻ്റെ കാലത്ത് തന്നെ ആയിരിക്കണം തുടങ്ങിയത്. എന്നിട്ടും 2017 നമുക്ക് ഡെങ്കി വലിയൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി. 2018 നിപ്പയുടെ ഔട്ട് ബ്രേക്ക്. ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തു. പക്ഷെ നമുക്ക് എല്ലാ വർഷവും നിപ്പ വന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായ ഒരു പ്രദേശത്ത്. ഡെങ്കി ആണെങ്കിൽ കേസസ് കൂടിക്കൊണ്ടിരിക്കുന്നു, മരണനിരക്ക് കൂടുന്നു. ഇപ്പോൾ ഡെങ്കിയിൽ നമ്മൾ വേൾഡ് ക്യാപിറ്റൽ എന്ന് തന്നെ പറയാം കേരളം, കേസിലും മരണനിരക്കിലും. ആ മരണനിരക്കാണ് അഡൾട്ട് പോപ്പുലേഷനിലാണ് കൂടുതലും. ഇതൊക്കെ സർക്കാരിൻ്റെ റിപ്പോർട്ടുകളിൽ നിന്ന് തന്നെ പറയുന്നതാണ്. ഇത് കൂടാതെ ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ 4 മരണങ്ങളാണ് നടന്നേക്കുന്നത്. ഇപ്പം മൊത്തം കേസസ് നോക്കുകയാണെങ്കിൽ 48 കേസുകൾ, 12 മരണങ്ങൾ. അപ്പോൾ ഇത് എങ്ങനെ പടരുന്നു എന്ന് ഇതുവരെയും ആരോഗ്യവകുപ്പിൽ നിന്നൊരു മറുപടിയില്ല. പിന്നെ ഇവിടെ റിപ്പോർട്ടിങ് കൂടുതൽ നടക്കുന്നത് കൊണ്ടാണെന്നാണ് ആരോഗ്യമന്ത്രിയുടെ മറുപടി. പക്ഷെ അങ്ങനെയാണ് ഈ മരണനിരക്ക് ഇത് എങ്ങനെ പടരുന്നു? നിപ്പയാണ് വവ്വാലിൽ നിന്ന് എങ്ങനെ മനുഷ്യരിലേക്ക് എത്തുന്നു? ഡെങ്കി എങ്ങനെയാണ് കരുത്താർജിക്കുന്നത്? ഇതിനൊന്നും ഒരു മറുപടിയില്ല. അപ്പോൾ ആവശ്യത്തിന് ഇവിടെ ഗവേഷണം ഇപ്പോഴും നടക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നു. സാറിന് ഇതിൽ പറയാൻ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1930 പിന്നെ ഈ ഭയങ്കര ഒരു രോഗത്തിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എങ്ങനെ സാധിച്ചു എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഈ തിരുവിതാംകൂർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ സോഷ്യൽ ഡിറ്റർമിനൻസ്, കുടിവെള്ളം അങ്ങനെയുള്ള പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പിൽ പിന്നെ നമ്മുടെ അന്നത്തെ സീനിയർ ഡോക്ടർമാരെ വിദേശങ്ങളിൽ അയച്ച് പബ്ലിക് ഹെൽത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അത് പിന്നെ അവരുടെ നേതൃത്വത്തിൽ നമ്മുടെ ഫീൽഡ് വർക്കേഴ്സ് പിന്നെ ഒക്കെ ചേർന്നിട്ട് നമുക്ക് മലേറിയ കുറയ്ക്കാൻ പറ്റി, സ്മോൾ പോക്സ് നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങളൊക്കെ കൊച്ചുകളായിരിക്കുമ്പോഴത്തേക്ക് ഈ 2 രോഗങ്ങളൊക്കെ ഇപ്പം ഒന്നും ആളുടെ പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. മന്ദമുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ആ എലിഫൻറ്റിയാസിസ് പഴയ പോലെ ഒന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇതൊക്കെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ആക്ടിവിസം കൊണ്ടും കഴിവ് കൊണ്ടും പിന്നെ കുറച്ചൊരു കാര്യമാണ്. നമ്മൾ ശരിക്കും അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണത്. പക്ഷേ രസകരമായ കാര്യം 1968 ആണെന്ന് തോന്നുന്നു, അതുവരെ ഡെപ്യൂട്ടി ഡയറക്ടർ പോസ്റ്റിന് മുകളിലേക്ക് പോകണമെങ്കിൽ പബ്ലിക് ഹെൽത്തിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, ഡിഗ്രിയോ ഡിപ്ലോമോ ഉണ്ടാവണം. 68 ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത് സ്റ്റേ ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റേജിനെ മാറ്റി പോയി. കുറച്ച് കഴിയുമ്പോൾ പിന്നെ അതെടുത്ത് കളഞ്ഞു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പബ്ലിക് ഹെൽത്തുമായിട്ട് യാതൊരു പബ്ലിക് ഹെൽത്തിൻ്റെ പ്രാധാന്യം താഴോട്ട് അങ്ങ് പോവുകയും ഈ രോഗപ്രതിരോധം പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് പിന്നെ ഒരു പിന്നെ ലീഡർഷിപ്പ് ഇല്ലാതെ പോയി. പക്ഷെ എന്നാലും അന്ന് ഈ പരിശീലനം കിട്ടിയ ആൾക്കാർ ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾക്കത് തുടർന്ന് പോകാൻ പറ്റും. ഈ 2017 ഡെങ്കി വന്നപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെയായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തമിഴ്നാട്ടിലൊരു പബ്ലിക് ഹെൽത്ത് കാർഡുണ്ട്. ഞാൻ കേട്ടത് ഭംഗിയായിട്ട് അവിടെ നടക്കുന്നത് പിന്നെ ഈ പബ്ലിക് ഹെൽത്ത് കാർഡ് ഉള്ളത് കൊണ്ടാണ്, എന്തുകൊണ്ട് കേരളത്തിൽ അതില്ല? അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ ശരിയായ കാര്യമായിരുന്നു. ഞാൻ പറഞ്ഞു സാറേ ശരിയാക്കി തരാം. എന്നിട്ട് ഒരു പബ്ലിക് ഹെൽത്ത് കാർഡ് ഉണ്ടാക്കാനുള്ള ശ്രമം കേരളത്തിൽ തുടങ്ങി. അങ്ങേയറ്റത്തെ ഒബ്ജക്ഷനായിരുന്നു ഇതിനകത്ത് നിന്ന് പിന്നെ ഡോക്ടർമാരുടെ സംഘടനകളിൽ നിന്ന് വന്നത്. 2 വർഷം എടുത്ത് എനിക്കിത് ശരിയാക്കി എടുക്കാൻ വേണ്ടി. അവസാനം ആഞ്ഞു പിടിച്ചിട്ട് ഞാൻ അതിനിത്ര എതിർപ്പ് വന്നത് എന്തുകൊണ്ട് എന്നെ കണ്ടുപിടിക്കും എന്താണെന്നുള്ളത്. കാരണം അത് ഡിസൈൻ ചെയ്ത രീതി വരുമ്പോഴത്തേക്ക് മുകളിലത്തെ പൊസിഷൻസ് മിക്കവാറും പബ്ലിക് ഹെൽത്ത് ക്വാളിഫിക്കേഷൻ ആൾക്കാർക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ. ആശുപത്രി നിയന്ത്രിക്കുന്ന ആൾക്കാരും വേറൊരു വേർട്ടിക്കുലതായിട്ട് പോകും. അത് ഒരു ഭാഗം മാത്രം. ബാക്കി പ്രധാനപ്പെട്ട റോളുകൾ മുഴുവൻ തമിഴ്നാട്ടിലെ പോലെ പബ്ലിക് ഹെൽത്ത് കാർഡിലെ ആൾക്കാർക്ക് വരും. അപ്പോൾ സ്പെഷ്യലിസ്റ്റുകളെ സമ്മതിക്കാൻ പോകുന്നില്ല. അങ്ങനെ പിന്നെ അതിലോട്ട് ഞാൻ തൽക്കാലം പോകുന്നില്ല. പക്ഷേ ശക്തമായ ഒബ്ജക്ഷൻ ഉണ്ടായിട്ട് അവസാനം 2019 ആ ഓർഡർ ഇറക്കി.
ഓർഡർ ഇതുവരെ നടപ്പാക്കിയില്ല. അപ്പോൾ പബ്ലിക് ഹെൽത്ത് നമ്മൾ ഇങ്ങനെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ പബ്ലിക് ഹെൽത്തിനെ പറ്റി ആളുകൾക്ക് എത്രത്തോളം അറിയാം എന്നുള്ളത് സംശയമാണ്. കാരണം ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉയർന്നു വന്നപ്പോഴത്തേക്ക് മറ്റേ കാർഡറൊക്കെ പോയി കഴിഞ്ഞു. ഫീൽഡ് വർക്ക് തന്നെ, ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ ഫീൽഡ് വർക്ക് തന്നെ നിപ വന്നപ്പോൾ ഏറ്റവും വലിയ ഗുണം അതായിരുന്നു. മലബാർ മേഖലയിൽ നമ്മുടെ ഹെൽത്ത് സ്റ്റാഫിന്, ഫീൽഡ് സ്റ്റാഫിന് പബ്ലിക് ഹെൽത്ത് നന്നായിട്ട് വിവരം ഉണ്ടായിരുന്നുകൊണ്ട് അവർ ഈ കോൺടാക്ട് ട്രേസിങ് നല്ല ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയും. വളരെ 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 സമർത്ഥമായിട്ടാണ് അന്നത്തെ കോഴിക്കോട്ടെ ഫീൽഡ് ടീം ചെയ്തത്. ഇന്നിപ്പോൾ ആ സ്കിൽ കൂടി അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം പബ്ലിക് ഹെൽത്ത് വിഭാഗം ശക്തിപ്പെടുത്താൻ ഒരു തീരുമാനം എടുക്കുക, നടപ്പാക്കുക. 2, ഈ ഫീൽഡ് തലത്തിൽ ഫീൽഡ് എപ്പിഡമിയോളജി ട്രെയിനിങ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഒരു മേജർ ഇതാണ്. ഞാൻ അതിൽ നമ്മുടെ ആൾക്കാർക്ക് പണ്ടുണ്ടായിരുന്ന ഒരു സ്കില്ലാണ്, അത് വരുമെന്ന് ഉറപ്പുവരുത്തുക. ഒരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാനുള്ള സ്കിൽ ഉറപ്പുവരുത്തുക. ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് ഹെൽത്ത് ഇതില്ലാത്തത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഡെങ്കിയിലെ മരണം പുതിയ ഇതല്ല, നമ്മൾ പണ്ടേ ആണ്. കാരണം ഡെങ്കിയിൽ 3-4 സീറോ ടൈപ്പ് ഉണ്ട്. ഒരു തവണ വന്നിട്ട് അടുത്ത തവണ വീണ്ടും വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആകാനുള്ള സാധ്യതയുണ്ട്. കൊതുക് നശീകരണമല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ഗവേഷണം ഡെങ്കിയിൽ നടത്തിയിരുന്നു. 2017 കഴിഞ്ഞിട്ട് തന്നെ ചില ഗവേഷണം നടത്തിയിരുന്നു. അത് മുമ്പോട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പാൻഡമിക് ഫണ്ടിൻ്റെ ടെക്നിക്കൽ അഡ്വൈസറി പാനലിൽ അംഗമായതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല വൺ ഹെൽത്ത് എക്സ്പേർട്സുമായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് കിട്ടുന്നു. അപ്പം ആഫ്രിക്കയിലൊക്കെ ഇപ്പോൾ കോങ്കോ ബേസിൻ എന്ന് പറയുന്നത് അവിടെ നിന്നുള്ള ആൾക്കാരുമുണ്ട്. കോങ്കോ ബേസിൻ എന്ന് പറയുന്നത് മങ്കി പോക്സ്, എബോല, ഇങ്ങനെ ഓരോന്നും ആവശ്യം പോലെ രോഗങ്ങൾ വരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം വൺ ഹെൽത്ത് കഴിഞ്ഞിട്ടേ അവർക്ക് എന്തെങ്കിലും ആലോചിക്കാൻ പറ്റും. നമ്മൾ ആ ഒരു രീതിയിലേക്ക്, നമ്മൾക്ക് ഈ വൺ ഹെൽത്തിനെ പറ്റി ഇങ്ങനെ പറയുന്നതല്ലാതെ ആ ഒരു രീതിയിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പം നീപ്പയുടെ കാര്യം എനിക്ക് പറ്റിയൊരു അനുഭവം, ഞാൻ ബംഗ്ലാദേശിൽ ഒരു WHO ടീമിൻ്റെ ഭാഗമായിട്ട് പോയിരുന്നു. അപ്പം ബംഗ്ലാദേശിൽ ഇതിൻ്റെ പരീക്ഷണം നടത്തുന്നത് IDDRC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവിടുത്തെ ഒരു വളരെ പ്രസിദ്ധമായൊരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹം കളിയാക്കി പറഞ്ഞു, മലേഷ്യയിലെ നിപ്പ വന്നപ്പോഴത്തേക്ക് അവർ കണ്ടുപിടിച്ച് എങ്ങനെയാണ് പറ്റുന്നത്, ബംഗ്ലാദേശ് വന്നപ്പോൾ ഞങ്ങൾ പഠിച്ചു, കേരളം മാത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഏറ്റവും നാണക്കെട്ട ഒരു ഇതാണ്. അത് ശരിക്കും വൺ ഹെൽത്ത് അനുസരിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് പകരുന്ന നമ്മൾ വിശ്വസിക്കുന്ന ബാറ്റിൽ നിന്നാണെങ്കിൽ ബാറ്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാർ കേരളത്തിലുണ്ട്. അപ്പോൾ അവരെയും മറ്റ് ആൾക്കാരെയും ചേർന്നൊരു ടീം ഉണ്ടാക്കി ഇത് പരിശോധിച്ച് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റേണ്ടതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എഗെയിൻ, ഞാനിപ്പോൾ ഇതുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ ചെയ്യാമെങ്കിൽ ഇനി നമുക്കെന്താ മറ്റ് രാജ്യങ്ങളുമായിട്ട് സഹകരിക്കാനുള്ള വിഷമം എന്താ? ബംഗ്ലാദേശിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ സഹകരിക്കാൻ തയ്യാറാണോ? അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഡെങ്കി, ഞാൻ 2017 ഡെങ്കിയുടെ കാര്യം പറഞ്ഞല്ലോ, അല്ല ശാലിനി പറയണ്ടല്ലോ. 2017 ഡെങ്കി എപ്പിഡമിക് കേരളത്തിൽ മാത്രമല്ല, മലേഷ്യയിൽ വന്നു, ശ്രീലങ്കയിൽ വന്നു, സിംഗപ്പൂരിൽ വന്നു. അവിടെയൊക്കെ അവരിത് കൈകാര്യം ചെയ്തു. സിംഗപ്പൂർ ഇൻഫാക്റ്റ് സിംഗപ്പൂരിൽ ഇത് കൈകാര്യം ചെയ്ത വ്യക്തി ഞങ്ങളുടെ കൂടെ പാൻഡമിക് ഫണ്ട് ടീമിലുണ്ട്. അപ്പോൾ അവർ വളരെ ശാസ്ത്രീയമായിട്ട് ഈ ഉറവിടങ്ങൾ കണ്ടെത്തുകയും നശിപ്പിക്കുകയും അത് കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. മലേഷ്യക്ക് അത് കഴിഞ്ഞു. കേരളത്തിന് എന്തുകൊണ്ട് കഴിയുമെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പബ്ലിക് ഹെൽത്തിൽ നമുക്കുണ്ടായിരുന്ന ആ ഒരു കഴിവ് കൈമോശം വന്നതായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. എഗെയിൻ അത് പരിശോധിച്ച് നോക്കേണ്ട കാര്യം. പൂനെ ആസ്ഥാനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റീരിയോളജി IITM ശാസ്ത്രജ്ഞർ, പ്രത്യേകിച്ച് മലയാളികളായ ഡോക്ടർ റോക്സി മാത്യു കോൾ, അവർ ഈ ക്ലൈമറ്റ് ചേഞ്ച്, ഈ ഡെങ്കുവിനെ എത്രമാത്രം എൻഹാൻസ് ചെയ്തു, അല്ലെങ്കിൽ അതിനൊരു മോഡൽ ഉണ്ടാക്കാം, നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഒരു പഠനം നടത്താനായിട്ട് കേരളത്തെ സമീപിച്ചിട്ട്, ഡേറ്റയ്ക്ക് വേണ്ടി സമീപിച്ചിട്ട് ഇവിടുന്ന് കൊടുത്തില്ല. അപ്പം നമ്മളോ പഠനം നടത്തുന്നില്ല, പഠനം നടത്തുന്നവർ ഡേറ്റയ്ക്ക് സമീപിക്കുമ്പോൾ അത് കൊടുക്കുന്നില്ല. അദ്ദേഹം അത് തുറന്ന് പറയുകയും ചെയ്തതാണ് ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഇത് നമുക്കൊരു ആവശ്യബോധം ഇല്ലേ ഇത് കണ്ടെത്തണം എന്നുള്ള? ഡേറ്റയുടെ കാര്യത്തിൽ കേരളത്തിൻ്റെ ഭയങ്കര ഫോബിയാണ് ഈ ഇപ്പം ഞാൻ നേരത്തെ ശാലിനി പറഞ്ഞ പോലെ വിദഗ്ധ സമിതിയിൽ ഞാൻ ഒരു സമിതി നോർവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിലെ WHO കൊളാബറേറ്റിംഗ് സെൻറ്റർ ഫോർ പബ്ലിക് ഹെൽത്ത് സോഷ്യൽ കൗണ്ടർ മെഷേഴ്സ് എന്നുള്ള ഒരു ഇതാണ്. അതായത് ഒരു പാൻഡമിക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്
ക്വാറന്റൈൻ അല്ലെങ്കിൽ എന്താ ലോക്ക്ഡൗൺ അതൊക്കെ എങ്ങനെ നടപ്പാക്കണം എന്നുള്ളത് ഗവേഷണം നടത്തുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ അവർ അവിടെ ഈ ഇതിൽ പഠനം നടത്തുന്ന ആൾക്കാരുടെ വർക്കുമായിട്ട് പരിചയപ്പെടാൻ എനിക്ക് ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഇതുപോലെ ഒരുപാട് ഡേറ്റ ഇരിപ്പുണ്ട്. ആര് എവിടെ പോയി, എവിടെ നിന്ന് കിട്ടി, അയാൾ മാർക്കറ്റിൽ പോയിട്ടുണ്ടോ, മറ്റിടത്ത് പോയിട്ടുണ്ടോ, ഭയങ്കര ഡേറ്റയാണ് നമ്മുടെ സ്റ്റാഫ് കളക്ട് ചെയ്തത്. അതിൽ ഒരൊറ്റ ഗവേഷകന് പോലും അത് പരിശോധിക്കാനുള്ള അവസരം പോലും നമ്മൾ കൊടുത്തിട്ടില്ല. ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ നമ്മുടെ ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡേറ്റ എത്രയോ വർഷങ്ങളുള്ള ഡേറ്റ നൽകുന്നുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ AI ഉപയോഗിച്ചിട്ട് ഈ ഡേറ്റയും ഇപ്പുറത്ത് അവർ ഡിസീസ് ഡേറ്റയും കൊലാബറേറ്റ് ചെയ്തിട്ട് എവിടെയാണ് ആ കോറിലേഷൻ വരുന്നത് എന്ന് നോക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റഡിയും അതുപോലെ കേരളത്തിൽ നടത്താനുള്ള ശ്രമമായിരിക്കാം. അടുത്ത അവരിപ്പോ പൂനെന്ന് ഡേറ്റ എടുത്ത് പൂനെക്കാണ് മോഡൽ തയ്യാറാക്കിയത്. ഒഡീസ നടക്കുന്ന എനിക്കറിയാം, കർണാടകത്തിൽ നടക്കുന്ന ഒരു പഠനം ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ മുഴുവൻ പല സ്ഥലങ്ങളിലും. കാരണം ഒരു വലിയ ഗുണമുണ്ടായത് IMD, ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ലോഞ്ചിറ്റ്യൂണൽ ഡേറ്റ, റോ ഡേറ്റ ആർക്ക് വേണോ ഗവേഷകർക്ക് ലഭ്യമാകാൻ ഉള്ള അനുവാദം നൽകുന്നുണ്ട്. ഡേറ്റ അവർ ലൈവ് ഡേറ്റ ആയിട്ട് അവർ നൽകും. അപ്പം നമ്മൾ ഒരു വഴിക്ക് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഡേറ്റ വരുന്നു, വേറൊരു വഴിക്ക് നമുക്ക് ഡിസീസ് ഡേറ്റയോടെ കമ്പൈൻ ഡിസീസ് ഡേറ്റയും എൻറ്റമോളജിക്കൽ ഡേറ്റ ഏതൊക്കെ ഇതൊക്കെ നമ്മുടെ ഇരിപ്പുണ്ട്. ഇത് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അതൊരു വലിയൊരു റെവല്യൂഷൻ ആയിരിക്കും. അത് എനിക്ക് തോന്നുന്നു നമ്മളെപ്പറ്റി ഉള്ള ഒരു ഡേറ്റ പുറത്തു പോയാൽ നമുക്ക് നാണക്കേടുണ്ടാകുമോ എന്നുള്ള സംശയം ഉണ്ടോ എന്നുള്ളതാണ്. 2016 ഞങ്ങൾ എടുത്തൊരു തീരുമാനമാണ്, ഡേറ്റ ഹൈഡ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. കാരണം വളരെ നിസ്സാരമായിരുന്നു. 2002 സാർസ് എപ്പിഡമിക് വന്നപ്പോഴത്തേക്ക് ചൈന ആ ഡേറ്റ ഹൈഡ് ചെയ്തു. ലോകം മുഴുവൻ അതിൻ്റെ പിഴയെടുക്കേണ്ടി വന്നു. ഇതേ സാധനം അവർ 2019 ചെയ്തു, ഡേറ്റ ഹൈഡ് ചെയ്തു, പ്രശ്നമായി. പബ്ലിക് ഹെൽത്തിൽ ഡേറ്റ ട്രാൻസ്പെറൻസി ഇല്ലേ, അത് ആത്മഹത്യാപരമാണ്. കേരളം അങ്ങനെ ഒരു കോവിഡിൻ്റെ സമയത്ത് നമ്മൾ യാതൊരു ആവശ്യമില്ലാതെ കുറച്ച് ഡേറ്റ ഹൈഡ് ചെയ്തു. പക്ഷെ എന്നാൽ തന്നെയും നമ്മുടെ ട്രാൻസ്പെറൻസി ഒരു ഗുണമുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അപകടം എന്തെന്ന് വെച്ചാൽ കേരള വൈറസ് എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം കേരളത്തിലാണ് ആദ്യം കണ്ടുപിടിച്ചത്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ പഠനം നടത്താൻ ഗവേഷകരെ വിശ്വസിക്കുകയും ആ ഡേറ്റ നൽകാൻ നമ്മൾ നൽകിയില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ദോഷഫലം അനുഭവിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. സാറ് ഇപ്പം IASലേക്ക് വന്നതിന് ശേഷം സാറ് തന്നെ ഈ പബ്ലിക് ഹെൽത്തിൽ ഇൻട്രസ്റ്റ് ആവുകയും ഈ അപ്ലൈഡ് എക്കണോമിക്സിൽ പിന്നീട് MA എടുക്കുകയും ഇതിൽ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തി ഗവേഷണങ്ങൾ പ്രസിദ്ധീകരിച്ചു. പിന്നീട് സാറ് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിലൊക്കെ പബ്ലിക് ഹെൽത്തിൽ പല കമ്മിറ്റികളിലും അംഗമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് സാറിനെ നയിച്ചത് എന്താണ്? സാറിൻ്റെ ആ സ്റ്റോറി എന്താണ്? ശുദ്ധമായ ആക്സിഡൻ്റാണ്. അതായത് 92 ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു സാമ്പത്തിക റിഫോംസ് ഉണ്ടാക്കിയാണല്ലോ. അപ്പോൾ അന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിനെപ്പറ്റി ചർച്ചയിൽ ഒരു വാക്കുപോലും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ എന്തായാലും വന്നാൽ ഞാനൊരു ഇലിറ്ററേറ്റ് ആയിട്ട് മാറും. എക്കണോമിക്സ് പഠിച്ചേ പറ്റും. സാറ് നേരത്തെ MA ലിറ്ററേച്ചറായിരുന്നു. അതെ. അപ്പോൾ ഇത് എക്കണോമിക്സ് പഠിച്ചേ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ ഞാനത് പ്രൈവറ്റായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. അതിന് മടി ആയതുകൊണ്ട് ആരോ പറഞ്ഞു സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൽ കേരള സർക്കാർ MPhil അപ്ലൈഡ് എക്കണോമിക്സിന് MPhilനെ സ്പോൺസർ ചെയ്യും. അവിടെ പോയി സൗകര്യമായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു. അത് നല്ലൊരു കോഴ്സായിരുന്നു. ഡോക്ടർ ഐസക് അവിടെയാണ്, അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നതൊക്കെ അവിടെയാണ്. നമ്മളുടെ TN കൃഷ്ണൻ, അങ്ങനെ അറിയപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഡിസർട്ടേഷൻ ചൂസ് ചെയ്യുന്ന സമയമായപ്പോൾ ഞാൻ നോക്കി, എന്തായാലും ഞാൻ സർക്കാരിലേക്ക് തിരിച്ചു പോകാൻ പോവാണ്. അപ്പോൾ പബ്ലിക് ഫിനാൻസ്, ഗവൺമെൻറ് ഫിനാൻസ് നോക്കാം എന്ന് കരുതി. അപ്പോൾ അതിനെപ്പറ്റി പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഞാനത് സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസിലേക്ക് നോക്കാമെന്ന് കരുതി. അവിടെ നിന്ന് പിന്നെ ഫിനാൻസ് കമ്മീഷനിലെത്തി. ഫിനാൻസ് കമ്മീഷനിലേക്ക് പോയിട്ടത് കേരളത്തിൻ്റെ സംരക്ഷണം നോക്കിയപ്പോഴത്തേക്ക് പരമദയനീയമാണ് നമ്മുടെ സമ്പദ്സ്ഥിതി. അന്നാണ് ഡോക്ടർ KK ജോർജ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഈ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെ ആകാനുള്ള കാരണം നമ്മൾ സാമൂഹ്യ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ആണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തീസിസ്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ കാര്യം ചെയ്യാം, ഈ ആരോഗ്യമോ വിദ്യാഭ്യാസമാണെങ്കിൽ കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു കളയാന്ന് കരുതി ആരോഗ്യം തിരഞ്ഞെടുത്തു. അത് എന്തോ ആകുമായിരുന്നു, ആരോഗ്യം വന്നെന്ന് മാത്രമേ ഉള്ളൂ. 1960 തൊട്ട് 1990 വരെയുള്ള 5 വർഷം ഇടവിട്ടുള്ള ബജറ്റ് ആദ്യം തൊട്ട് അവസാനം വരെ അരച്ചു കലയെ കുറിച്ചു. ഒരു കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ പറ്റി
വളരെ നല്ലൊരു അറിവ് എനിക്ക് കിട്ടി. അപ്പോൾ ഒരു ലോവർ ബാക്ക് പെയിനും കിട്ടി എന്തായാലും. പക്ഷേ ഭയങ്കര എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. അന്നാണ് ഞാൻ ഹുക്ഡ് ആകുന്നത് ഈ ആരോഗ്യം. അന്ന് ഒന്നും ഇല്ലാതെ തന്നെ സാർ അത്രയും ഡേറ്റ ഇരുന്നിട്ട് ഓരോ ഡോക്യുമെൻ്റ് എടുത്ത് അടിച്ച് കയറ്റുകയാണ്. അപ്പോൾ അതാണ് ഞാൻ നടുവെന്ന് പറഞ്ഞ കൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കളക്ടറേറ്റ് പോയി. എൻ്റെ ഡിസ്ട്രിക്റ്റ് പോസ്റ്റിംഗ് ആകുന്ന സമയത്ത് ഏത് ജില്ലയിലായിരുന്നു? മലപ്പുറത്തും. അതിനുശേഷം അവിടെ സാർ തുടങ്ങിയ ഒരു പൈലറ്റ് സ്കീമാണല്ലോ പിന്നീട് കുടുംബശ്രീ അതെ, ആയിട്ട്. CBNP എന്ന് പറയുന്ന ഒരു സ്കീം 95 ഞാൻ ആരംഭിച്ച ഞാൻ മറ്റൊരാളിൽ ആരംഭിച്ചു, ഞാനിവിടെ ഉണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ നേതൃത്വം നൽകി. അതാണ് പിന്നീട് കുടുംബശ്രീ ആയിട്ട് എനിക്ക് ശേഷം വന്ന ജോസിൻ്റെ കാലത്ത് അത് പിന്നെ കുടുംബശ്രീ ആയിട്ട് മാറും. അപ്പോൾ ഞാൻ ഈ തൃശ്ശൂർ കളക്ടറേറ്റിൻ്റെ ടേം അവസാനിക്കാറായപ്പോഴത്തേക്ക് അന്നത്തെ ഹെൽത്ത് സെക്രട്ടറി ശ്രീ വിജയചന്ദ്രൻ എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, കളക്ടറേറ്റ് യു ഡൺ വെൽ, മിക്കവാറും നല്ല പോസ്റ്റിംഗ് കിട്ടും. പക്ഷെ ഒരു കാര്യം രാജീവ് ആലോചിക്കണം, IAS ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരമുണ്ടെങ്കിലും അറിവ് അല്പം കുറവാണ്. ഈ വിഷയത്തെക്കുറിച്ച് അറിവുള്ള ആൾക്കാർ നമുക്ക് വളരെ കുറവാണ്. തനിക്ക് എന്തായാലും ആരോഗ്യരംഗത്ത് താനൊരു ഡിസർട്ടേഷൻ എഴുതിയിട്ടുണ്ട്, വളരെ നല്ലൊരു ഡിസർട്ടേഷനാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ തനിക്ക് ആരോഗ്യരംഗത്ത് വരാൻ പറ്റും. എനിക്കാണെങ്കിൽ ഈ കളക്ടറുടെ മുറിയൊന്നും എനിക്ക് തരാനൊന്നും പറ്റില്ല, സെക്രട്ടറിയിൽ ഒരു മൂലയ്ക്ക് ഒരു മുറി തരാം, ജോലി എന്ത് പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ആരോഗ്യരംഗത്തേക്ക് ഒരു പ്രവേശനം ഞാൻ ഉറപ്പാക്കി തരാമെന്ന് പറഞ്ഞു. അത് ഞാൻ സ്വീകരിച്ചു. അവിടെ നിന്നാണ് ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ സെക്രട്ടറിയുടെ ഒരു മൂല ഇരുന്നിട്ട് ഇതൊക്കെ പക്ഷേ വളരെ ജൂനിയറായിട്ട് രംഗത്ത് വന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ഒരു PhD എനിക്ക് പോയിരിക്കാൻ പറ്റി, JPHന്മാരെ കൂടെ നടന്നിട്ട് എങ്ങനെയാണ് ഒരു പഠിക്കുന്നത് പഠിക്കാൻ പറ്റി, JHIമാരുടെ കൂടെ പഠിക്കാൻ പറ്റി. അങ്ങനെ ആ ജൂനിയർ ലെവലിൽ നിന്ന് ആരംഭിച്ചുകൊണ്ട് വലിയൊരു അളവ് വരെ അതുപോലെ തന്നെ അന്ന് എൻ്റെ കൂടെ PHC ഡോക്ടർമാരായിരുന്ന എൻ്റെ എതിരെ സമരം ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ് പിന്നീട് അഡീഷണൽ ഡയറക്ടർമാരൊക്കെ ആയിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുമായിട്ട് നല്ലൊരു അടിയുന്ന തന്നെ ഒരു അറിവുണ്ടാവുകയും ഈ ബന്ധം ഉണ്ടാവുകയും. ഇപ്പം ഞാനിപ്പോൾ കാണിക്കുന്ന ആന മണ്ടത്തരമാണെങ്കിൽ അവർ എൻ്റെ അടുത്ത് പറയും, സാറേ ഇതിൻ്റെ കുഴപ്പം ഇതാണ്, സാർ ഞാൻ ഒന്നും ചെയ്യാതെ. അപ്പോൾ ആ ഒരു ഉപദേശിക്കാവുന്ന അധികാരമുള്ള ഒരുപാട് പേര് എന്നോടൊപ്പം വളർന്നു. അപ്പോൾ ആ ഒരു ബന്ധം വരികയും ആരോഗ്യരംഗത്ത് കാണിക്കാവുന്ന മിക്കവാറും എല്ലാ മണ്ടത്തരങ്ങളും കാണിച്ചിട്ട് അതിന്ന് പഠിക്കുകയും അങ്ങനെ ഉള്ളതാണ് 2016 ഞാൻ എത്തിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മാറ്റം എനിക്ക് വരുത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ അഡീഷണൽ സെക്രട്ടറിയുടെ മുകളിൽ എല്ലാ ജോലിയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സാറ് ഈ കോൺഗ്രസ് സർക്കാരിലും കമ്മ്യൂണിസ്റ്റ് സർക്കാരിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേശീയ തലത്തിൽ മോദി സർക്കാരിനും പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് റിട്ടയർ ആയി കഴിഞ്ഞ് സാറ് ടാറ്റ ട്രസ്റ്റിൽ ഫണ്ട് ചെയ്യുന്നത് പ്രവർത്തിച്ചു. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ അപ്പോൾ ഇവിടെ നിന്നെല്ലാം ലഭിച്ച ആ ഒരു എക്സ്പീരിയൻസ് സാറിനെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയേക്കുന്നത്? അല്ല, അതൊരു ഇപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്ത് ഞാനൊരു UDF അനുഭാവിയാണെന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അന്ന് ഉമ്മൻചാണ്ടി സാറിനെ വിളിച്ചിട്ട് പറഞ്ഞാണ്, രാജീവ്, നമുക്ക് ആരോഗ്യരംഗത്ത് കാര്യമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ട്രസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ട്രസ്റ്റ് എന്നാണ് അത്. അതുപോലെ തന്നെ ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിനും KSE ഇരുന്ന കാലം തൊട്ട് തന്നെ അറിയാം. ആ ഒരു ട്രസ്റ്റ് എങ്ങനെയോ എനിക്ക് പല കാരണങ്ങളുണ്ട്. രണ്ട് മുന്നണിക്ക് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടല്ല, ഒരു പ്രൊഫഷണൽ എന്തോ അവർക്ക് നല്ലതാണെന്ന് തോന്നിയോണ്ടായിരിക്കാം. അടുത്ത കാലത്ത് ഒരു കോൺഗ്രസ് നേതാവ് പറയണ്ടേ, അല്ല ആരോഗ്യ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ താങ്കൾ തന്നെ ആയിരുന്നു, പിന്നെ അത് വേറെ ആളിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതൊരു എൻ്റെ ഭാഗ്യം എന്ന് തന്നെ പറയാം. കാരണം ഈ ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ കാലം ആരോഗ്യവകുപ്പ് സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ വിജയൻ സാറിൻ്റെ നന്ദി പറയേണ്ട അദ്ദേഹത്തിനാണ്. അദ്ദേഹം ക്ഷണിച്ചുകൊണ്ടാണ് ഞാൻ ഈ വകുപ്പിലേക്ക് വന്നത്. പിന്നെ എന്നെ പഠിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് പേര്. എനിക്കുള്ള ഗുണമെന്ന് വെച്ചാൽ യാതൊരു വിവരമില്ലാത്ത സബ്ജക്റ്റാണ്, വിവരമില്ലെന്ന് അംഗീകരിക്കാൻ ഞാൻ എന്നെ പഠിപ്പിച്ചതെന്ന് പറയാനുള്ള ഹ്യൂമിലിറ്റി എനിക്കുണ്ടായിരുന്നു. പഠിപ്പിക്കാൻ ഡോക്ടർമാർക്ക് വളരെ ഇഷ്ടമാണ്. അവർ ഇങ്ങനെ പഠിപ്പിക്കുകയും, ഡോക്ടർമാർ മാത്രമല്ല JPHന്മാരും ഒക്കെ ഇങ്ങനെ ഞാനിന്ന് ആരോഗ്യത്തിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ വകുപ്പ് എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ടാറ്റ ട്രസ്റ്റ് ഹെൽത്ത് സിസ്റ്റം ട്രാൻസ്ഫോർമേഷൻ പ്ലാറ്റ്ഫോം എന്നൊരു സംഘടന ഉണ്ടാക്കുമ്പോൾ ഹെൽത്ത് പോളിസി അതിനകത്ത് ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങളില്ല എന്നുകൊണ്ടാണ് അവർ അങ്ങനത്തെ സ്ഥാപനം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവർക്ക് അക്കഡമിക് പ്രാക്ടീസ് രണ്ടും അറിയാവുന്ന ഒരാൾ വേണമായിരുന്നു. അവരുടെ ഏജൻറ്റ് എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പം അന്ന് 2017 ഞാനന്ന് ഹെൽത്ത് സെക്രട്ടറി ഇരിക്കുന്ന കാലം. ഞാൻ പറഞ്ഞു, ഇപ്പം എനിക്ക് വരാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഒരാളിനെ കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് അവർക്ക് നടന്നില്ല. 2019 ഞാൻ റിട്ടയർ ചെയ്യാനായപ്പോഴത്തേക്ക് ഒരു ഇനി വരാൻ പറ്റുമോ, അങ്ങനെ പോയി. അപ്പം
അപ്പോൾ ഈ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലാൻസെറ്റ് ഗ്ലോബൽ ഹെൽത്ത് കമ്മീഷനിലെ ഒരു കമ്മീഷണറായിട്ട് അതിലുള്ള ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ അടുത്തെങ്ങും വരുന്നില്ല. അതുപോലെ തന്നെ പാൻഡമിക് ഫണ്ടിനകത്തേക്കും ലോകത്തെ ലീഡിങ് ആൾക്കാരാണ് അതിനകത്തുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള സ്ഥലത്തേക്ക് ഒരു ക്ഷണം കിട്ടുകയും അവിടെ പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടിയതും എൻ്റെ ഒരു ഭാഗ്യമാണെന്ന് കരുതാൻ കഴിയുള്ളൂ. സാറിൻ്റെ സ്വന്തം സ്ഥലത്തൊക്കെ കുറച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടല്ലോ. ഞാൻ ഇവിടെ അടുത്തുള്ള കരവാരം ഗ്രാമപഞ്ചായത്ത് എന്നൊരു പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഗ്രാമപഞ്ചായത്തുകാർ ചേർന്നിട്ട്, ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ, മറ്റ് സംഘടനകളിൽ ചേർന്നിട്ട് ആരോഗ്യ കരവാരം എന്നുള്ള ഒരു പരിപാടി ഞങ്ങളിപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയമെടുക്കും, പക്ഷേ അതിനകത്ത് എല്ലാ വകുപ്പുകളും വരുന്നുണ്ട്. ഇപ്പം കുടുംബശ്രീ അതിനകത്തൊരു വളരെ ആരോഗ്യ വകുപ്പാണ് ഏറ്റവും മുമ്പ് നിൽക്കുന്നത്. കുടുംബശ്രീ അതിനകത്തൊരു മേജർ പാർട്ട്ണറാണ്. കൃഷി വകുപ്പ്, കാരണം ഈ പച്ചക്കറി വിത്തുകൾ കൊടുത്തിട്ട് പച്ചക്കറിയുടെ കൺസപ്ഷൻ പ്രോത്സാഹിപ്പിക്കാൻ കൃഷി വകുപ്പ് മുന്നോട്ട് വന്നിട്ടുണ്ട്. യോഗ പഠിപ്പിക്കാൻ ആയുർവേദ വകുപ്പ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനിയും മറ്റു പലരും വരാറുണ്ട്, സോഷ്യൽ ജസ്റ്റിസ്, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ കേരളത്തിലെ ആരോഗ്യരംഗത്ത് എനിക്ക് തോന്നുന്നു വിപ്ലവകരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു 96-ൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് പഞ്ചായത്തുകൾക്ക് നൽകാനുള്ള തീരുമാനമെടുത്ത്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രയോജനം നമ്മൾ എടുത്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നിപ്പം ഞാൻ അവരുടെ ആ 96-ലെ ഓർഡർ ഡ്രാഫ്റ്റ് ഞാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അവർക്ക് ഈ ടെക്നിക്കൽ ഏരിയ ഒഴിച്ച് ബാക്കി എല്ലാത്തിനകത്ത് പൂർണ്ണമായിട്ടുള്ള അധികാരം നൽകിയിട്ടുള്ള ഒരു ഓർഡറാണത്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ സംസ്ഥാനത്ത് എന്ത് പറ്റിയാലും ശരി, ആ ഒരു ചെറിയ സ്ഥലത്ത്, ഒരു ഗ്രാമപഞ്ചായത്തിൽ, നല്ലൊരു ഗ്രാമപഞ്ചായത്തും നല്ല ഒരു സെറ്റ് ഓഫ് ആൾക്കാരും ഉണ്ടെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുത്താൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ആർദ്രത്തിൻ്റെ സമയത്ത് ആർദ്രത്തിലെ ആൾക്കാർക്കെല്ലാം ക്രെഡിറ്റ് കിട്ടിയ കാര്യങ്ങൾ പലതും മുകളിലുള്ള ആൾക്കാർ അറിഞ്ഞിട്ടേ ഇല്ല. അത് താഴെയുള്ള ഈ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരും പഞ്ചായത്തും ഒക്കെ ചേർന്നിട്ട് വളരെ ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. ആർദ്രം ചെയ്തത് അതിനൊരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ്. അതുപോലെ എൻ്റെ സ്വന്തം ഗ്രാമപഞ്ചായത്തിൽ, കാരണം അവിടെ ആകുമ്പോഴത്തേക്ക് വേറെ ആൾക്കാർക്ക് എന്നെ അറിയാം. മിക്കവരെല്ലാം എൻ്റെ അമ്മയുടെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ ആയിരിക്കും. അപ്പം ആ ഒരു അന്തരീക്ഷം, പഞ്ചായത്ത് വളരെ സപ്പോർട്ടീവാണ്. പഞ്ചായത്ത് കമ്മിറ്റിയിലെ എല്ലാ ആൾക്കാരും ഇതിനകത്ത് സപ്പോർട്ടീവാണ്. ആരോഗ്യ പ്രവർത്തകർ സപ്പോർട്ടീവാണ്. അപ്പോൾ ധൃതിയൊന്നുമില്ല, ആവശ്യം പോലെ സമയമുണ്ട്. പക്ഷെ ഒരു പഞ്ചായത്തിലെങ്കിലും ഇതിൻ്റെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എന്നെ സഹായിക്കുന്ന മറ്റ് അറിയപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്, അവരുമുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം ചേർന്നിട്ട് ഒരു കാര്യമായിട്ടുള്ള ഒരു മോഡൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ശ്രമം. പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഹൃദ്യം സ്കീം, നവജാത ശിശു മരണനിരക്ക് കുറയ്ക്കാനുള്ള, അതിപ്പോൾ നമ്മളിപ്പം ഏറ്റവും അതിൻ്റെ ഒരു ലോവസ്റ്റ് ഇപ്പം അമേരിക്കയെക്കാട്ടിലും നല്ല നേട്ടം കൈവരിച്ചു എന്നാണ്. അപ്പം അതുകൂടി ഒന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡോളജികളുണ്ട്. ഈ SRSൻ്റെ മെത്തഡോളജി വെച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള നമ്പർ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു റേഞ്ചേ പറയാൻ പറ്റുള്ളൂ. അപ്പം 2 തൊട്ട് 8 വരെയാണ് അവർ പറയുന്നത്. അത് ശരിയായിരിക്കണം. കാരണം നമ്മുടെ ഇതിൽ ഞങ്ങളിതിൻ്റെ 2 മേഖലയിൽ 2011-ൽ കോൺസെൻട്രേറ്റ് ചെയ്ത്, ഒന്ന് മാതൃമരണ നിരക്കായിരുന്നു. മാതൃമരണ നിരക്കിൽ കേരളത്തിൽ ഒരു വളരെ വളരെ പ്രശംസനീയമായ ഒരു സംവിധാനമുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ഒബ്സ്ട്രീഷ്യൻസ് ആൻഡ് ഗൈനക്കോളജിസ്റ്റ് അവർ സർക്കാരുമായിട്ട് ചേർന്ന് നടത്തുന്ന ഒരു കോൺഫിഡൻഷ്യൽ റിവ്യൂ ഓഫ് മെറ്റേണൽ ഡെത്ത്സ്. എല്ലാ മാതൃമരണങ്ങളും ആ ഗൈനക്കോളജിസ്റ്റ് ചേർന്നിട്ട് അവർ ആരുടെയും പേരെടുക്കാതെ ഒരു റിവ്യൂ തയ്യാറാക്കിയിട്ട് 3 വർഷം കൂടുമ്പോഴത്തേക്ക് വൈ അവർ മദേഴ്സ് ഡൈ എന്നുള്ള ഒരു പുസ്തകം ഇറക്കാറുണ്ട്. അപ്പോൾ ഇത് അനലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് മാതൃമരണം സംഭവിക്കുന്നു എന്ന് പോളിസി മേക്കേഴ്സിന് മനസ്സിലാക്കാൻ കഴിയുകയും അതിനാവശ്യമായിട്ടുള്ള വ്യത്യാസം വരുത്തുകയും അത് നമുക്ക് കുറയ്ക്കാനും കഴിയും. അപ്പോൾ 2016-ൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്തത് 30/20 ആൻഡ് 20/30 എന്നുള്ളതാണ്. അത് 1920 ആകുമ്പോഴത്തേക്ക് 30-ന് താഴെ കൊണ്ടുവരിക, 1930 ആകുമ്പോൾ 20-ന് താഴെ കൊണ്ടുവരിക. അതുപോലെ ഞാൻ അത് അന്ന് സാധ്യമാകുന്നത് ഈ കെഫോജിയുടെ ഒരു കേരള ഫെഡറേഷൻ ഓഫ് ഒബ്സ്ട്രീഷ്യൻസ് ആൻഡ് ഗൈനക്കോളജിസ്റ്റിൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ട്, അവരുടെ സാങ്കേതിക നേതൃത്വം കൊണ്ടാണ്. പ്രൊഫസർ പൈലി, ഡോക്ടർ ആശീർ നായർ, അങ്ങനെ അവരെ പ്രഗത്ഭരായിട്ടുള്ള ചില ഗൈനക്കോളജിസ്റ്റാണ് അതിന് നേതൃത്വം നൽകുന്നത്. അത് അന്ന് ഞാൻ 11-ൽ വരുമ്പോഴത്തേക്ക് 66 മരണനിരക്ക്. അത് നമുക്ക് കുറച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞാൽ അത് ആ പ്രക്രിയ അതുപോലെ പോകണം. ശിശുമരണ നിരക്ക് വർഷങ്ങളായിട്ട് 12-ൽ സ്റ്റാഗ്നേറ്റ് ഉണ്ട്, 2 അക്കത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പ്രൊഫസർ ഡോക്ടർ സച്ചിദാനന്ദ കമ്പത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അവരോട് ഇത് നാണക്കേടല്ലേ,
ഈ ഒബ്സ്ട്രീഷൻസ് മറ്റേ പിന്നെ ഒബ്സ്ട്രീഷൻസും ഗൈനക്കോളജിസ്റ്റുകൾക്കും അവർക്ക് ഇങ്ങനെ ഒരു അനാലിസിസ് നടത്തി അവർക്ക് കുറച്ചുകൊണ്ടാൻ വരുന്നു. നിങ്ങളുടേത് ഇപ്പോഴും 12 പിന്നെ നിൽക്കുകയല്ലേ എന്ന് ചോദിച്ചാൽ അവർക്കൊരു ചെറിയൊരു എന്താ ഒരു ഒരു നാണക്കേടായി അതൊരു വാശിയായിട്ട് എടുത്തിട്ട് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് ഒരു പഠനം നടത്തി. പിന്നെ അവർ ഡേറ്റ കളക്ട് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ മരിക്കുന്നത് എന്നുള്ള ഒരു 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 അനാലിസിസ് നടത്തി. അപ്പോഴത്തേക്ക് ഞാൻ പോയി. 2013 അവർ പഠനം തുടങ്ങുന്നത്. ഞാൻ പോയിട്ട് 2016 ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ പഠനം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം കണ്ടത് പ്രീമച്യൂരിറ്റി, ഈ സമയം ആകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് ആരോഗ്യ വകുപ്പിന് നേരിട്ട് ചെയ്യാൻ വലിയ കാര്യങ്ങൾ കണ്ടില്ല എന്ന് വന്നപ്പോഴത്തേക്കും ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങളാണ് രണ്ടാമത്തെ കാരണമായിട്ട് കണ്ടത്. അതിനകത്ത് തന്നെ വളരെ പ്രധാനമായിട്ടൊരു കാര്യം കണ്ടത് പിന്നെ കൺജനറൽ ഹാർട്ട് ഡിസീസാണ്. അന്ന് അമൃതയിലെ ഒരു പീഡിയാട്രിക് കാർഡിയോതൊറാസിക് സർജൻ ഡോക്ടർ കൃഷ്ണകുമാർ, പിന്നെ കാർഡിയോളജിസ്റ്റ് ആയിരുന്ന ബാലസുബ്രഹ്മണ്യൻ, ഇവർ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു. അതാണ് ഹൃദ്യമായിട്ട് മാറും. അന്ന് യൂണിസെഫിൽ ജോലി ചെയ്യുന്ന ശ്രീഹരി തിരിച്ചു വരികയും അദ്ദേഹം ഇതിൻ്റെ ചാർജ് ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ സംഭവിച്ചെന്നുള്ള കാര്യം. കാരണം കേരളത്തിലെ കോർപ്പറേറ്റ് ആശുപത്രികളുടെ ഏറ്റവും അധികം ലാഭമുണ്ടാക്കുന്ന ഒരു ഐറ്റമായിട്ടുള്ള കാർഡിയോതൊറാസിക് സർജറി, ആ ലാഭം ഞങ്ങൾക്ക് വേണ്ട എന്ന് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ആശുപത്രി കാർഡിയോതൊറാസിക് സർജന്മാർ തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു. ശ്രീചിത്ര തൊട്ട് അങ്ങേയറ്റത്ത് പിന്നെ കോഴിക്കോട് നടക്കുന്ന ആശുപത്രി വരെ ഇവർ ഒത്തുചേർന്നിട്ട് ഒരു ആപ്പിൽ ഇത് ലോഡ് ചെയ്തിട്ട് ജനനത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ പരിശോധിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അത് ഏത് ആശുപത്രിക്ക് അലോട്ടണം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ക്രെഡിറ്റ് സത്യം പറഞ്ഞാൽ ഈ ആശുപത്രിയിൽ നമ്മൾ കൊടുത്തിട്ടില്ല. കേരളത്തിൽ ആ ബിസിനസ് ഏതാണ്ട് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച ഒരു തീരുമാനമായിരുന്നു. അതിൻ്റെ എക്സാക്ട് നമ്പർ എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി കാണാം. എന്തായാലും ശരി, 2019 ആയപ്പോൾ നമ്മൾ ഒറ്റക്കത്തിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു. SRSന്റെ മെത്തഡോളജി നമുക്ക് അറിയാമെങ്കിൽ ഈ നമ്പർ കയറി പിടിക്കരുത്. ഈ പിന്നെ സത്യം പറഞ്ഞാൽ അത് അബദ്ധമാണ്. കാരണം നമ്മുടെ മെത്തഡോളജി വേറെ, അമേരിക്കയിലെ മെത്തഡോളജി വേറെ. അപ്പം ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നത് ചക്കയും പിന്നെ നമ്മൾ ഏറ്റവും ലോവസ്റ്റിലേക്ക് എത്തിയല്ലോ, ഒരു ഒറ്റക്കത്തിലേക്ക് നമ്മൾ എത്തി. അതൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അത് ഞാൻ കുറച്ച് കാണിക്കുന്നില്ല. പക്ഷേ ഈ കേരളത്തിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം, പണ്ടോട്ട് ഞാൻ പറയുന്ന കാര്യം, ഈ ഒന്നാമതാണ് നമ്മളെന്നുള്ള തള്ളാണ്. അത് വേണ്ട. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആരോഗ്യ സംവിധാനം ഇപ്പോഴും വളരെ പ്രാകൃതമായ രീതിയിലാണ്. അതൊരു വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇന്നും പിന്നെ മറ്റൊരുപാട് ആരോഗ്യ സംവിധാനങ്ങൾ കണ്ടുകൊണ്ട് പറയുകയാണ്, നമ്മൾക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അപ്പം നമ്മൾ എങ്ങനെ ഒന്നാമാകുന്നത്? നമ്മളെക്കാലം മോശമായിട്ടുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മൾ താരതമ്യപ്പെടുന്നു. അങ്ങനെയാണോ ചെയ്യേണ്ടത്? 71 കേരളത്തിലെ ആരോഗ്യ സംവിധാനം പഠിക്കാൻ വേണ്ടി വന്നതാണ് തായ്ലൻഡ്. ഇന്ന് തായ്ലൻഡ് എവിടെ നിൽക്കുന്നു, നമ്മളവിടെ നിൽക്കുന്നു. അപ്പോൾ കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അങ്ങ് എത്തിക്കഴിഞ്ഞു എന്ന് കൊട്ടിഘോഷിക്കുന്നതിന് പകരം നമ്മുടെ ശരിയായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അതിൻ്റെ പരിഹാര മാർഗം കണ്ടെത്തിയിട്ട് നമ്മുടെ ആരോഗ്യ രംഗത്തിന് ഇനിയും ഉയർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അല്ലാതെ ഇതുപോലുള്ള കൊട്ടിഘോഷിപ്പിൽ എനിക്ക് പിന്നെ ഞാൻ ഈ രംഗത്ത് വരുന്ന കാലം തൊട്ട് തന്നെ ഞാൻ ഏറ്റവും ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണിത്. കാരണം ആരോഗ്യരംഗത്ത് പിന്നെ എപ്പോഴും നമ്മളങ്ങ് എത്തിക്കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ അധോഗതി അവിടെ നിന്ന് തുടങ്ങും. കേരളത്തിന് പറ്റിയ പ്രശ്നം അതാണെന്നാണ് എൻ്റെ വിശ്വാസം. 78 മറ്റോ ഒരു ഗുഡ് ഹെൽത്ത് ലോ കോസ്റ്റ് പറഞ്ഞിട്ട് പബ്ലിക്കേഷൻ ബയോളജിയിൽ ഉണ്ടാക്കി. അതിനുശേഷം നമ്മളങ്ങനെ നമുക്കൊരു കുഴപ്പമില്ല, എല്ലാം നമ്മളിങ്ങനെ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ്. ഒരു പഠിക്കുന്നത് അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ പുരോഗതി അവസാനിപ്പിക്കുന്നത് പിന്നെ ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ത്യയിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ പ്രത്യേകമാണ്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ മറ്റ് ഈ ഫിസിക്സ് ഗവേഷകരുമൊക്കെ പറയുന്ന അവരുടെ ഒരു മെഡിസിനിലുള്ള ഗവേഷണ നേട്ടങ്ങൾ ഒരു ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. എല്ലാം ലാബിൽ തന്നെ ഒടുങ്ങുകയാണ്. ഇവിടെ സയൻസ് ടോക്കിൽ പങ്കെടുത്ത പല വിദഗ്ധരുടെയും ഗവേഷണ നേട്ടങ്ങൾ പലതും നമുക്ക് ഈ ഹോസ്പിറ്റലുകളിലെ തിരക്ക് കുറയ്ക്കാൻ ഉപയോഗപ്രദമാകുന്ന ടെലിമെഡിസിൻ രംഗത്തൊക്കെ വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന നേട്ടങ്ങളാണ്. ഇപ്പോൾ IIScയിലെ സയൻറ്റിസ്റ്റുകൾ തന്നെ അവർ ലങ് ക്യാൻസറിൻ്റെ ഏർലി ഡിറ്റക്ഷന് വേണ്ട മാതൃക വികസിപ്പിച്ചെങ്കിലും അവർക്ക് മെഡിക്കൽ കോളേജ് ഇല്ലാത്തത് കാരണം ഇപ്പോൾ അവർ മെഡിക്കൽ കോളേജ് തുടങ്ങേണ്ട സാഹചര്യം വന്നു. അപ്പോൾ ഇത് ഒരു നമുക്ക് മാറ്റം വേണ്ട ഒരു
കാര്യമല്ലേ. ഒരു മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഒക്കെ ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത്, ഈ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. ഒന്നാമത് ഈ മെഡിസിൻ പിന്നെ മറ്റ് ശാസ്ത്രങ്ങളുടെ പ്രയോജനം കൊണ്ട് ഉള്ളതാണ് മെഡിസിനിലെ പ്രധാനപ്പെട്ട മിക്കവാറും എല്ലാ കാര്യങ്ങളും. ഉദാഹരണത്തിന് എം ആർ ഐയിലെ ഫിസിക്സിന് 8 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇൻഫാക്ട് ഞാനിത് പഠിക്കാൻ നോക്കിയിട്ട് ഇതിൻ്റെ തലയിൽ കയറിയിട്ടില്ല. അത്രയ്ക്ക് സങ്കീർണമാണ് അതിൻ്റെ പുറകിലുള്ള ഫിസിക്സ്. അതുപോലെ റേഡിയോ ഡയഗ്നോസിൻ്റെ പലതും ഒക്കെ ഫിസിക്സ് നിന്ന് വന്നിട്ടുള്ളതാണ്. കെമിസ്ട്രി എന്നുള്ള പിന്നെ പ്രോഗ്രസ് നിന്നാണ് മരുന്നുകൾ വരുന്നത്. ബയോളജി എന്ന പ്രോഗ്രസ് നിന്നാണ് ഈ ജീനോം സീക്വൻസിങ്ങും അങ്ങനെ പലതും വരുന്നത്. അപ്പം മെഡിസിൻ എന്നും മറ്റ് ശാസ്ത്രങ്ങളുടെ ഇത് സ്വാംശീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇന്ത്യയിൽ നടക്കുന്ന പറയുന്നത് ശാലിനി കേരളത്തിൻ്റെ കാര്യമായിരിക്കും പറയുന്നത്. അല്ല, ഇന്ത്യയിലും മൊത്തത്തിലും അല്ല, ഉണ്ട്. ഇന്ത്യയിൽ കേരളത്തിൽ കൂടുതലാണ്. അല്ല, ഇന്ത്യയിൽ ആ ഒരു പിന്നെ ഒരുപാട് പിന്നെ മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്ന് ഇത് എടുക്കുന്നുണ്ട്. കാരണം പിന്നെ ഇപ്പൊ IISc അവർ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ ഉള്ള സാഹചര്യവും ഇതായിരുന്നു. അല്ല, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം പിന്നെ ഇപ്പോൾ ക്വയർ AI ഉപയോഗിച്ചിട്ട് എക്സ്റേ ഡയഗ്നോസ് ചെയ്യാനുള്ള ഉപയോഗിച്ചിട്ട് കേരളത്തിലാണ്. നമ്മുടെ ഫിലിംസ് വെച്ചാണ് അവർ പഠിക്കുന്നത്. ഞങ്ങൾ നടത്തിയ നയനമിത്രം എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഇന്ന് അതിനുപയോഗിച്ചിരുന്ന ക്യാമറയിൽ AI ഡെവലപ്പ് ചെയ്ത് കേരളത്തിൽ ഇത് വെച്ചിട്ടാണ്. ക്വയർ തന്നെ ഉപയോഗിക്കുന്ന ലങ് ക്യാൻസർ ഡിറ്റക്ഷൻ്റെ AI ഡെവലപ്പ് ചെയ്ത് അത് കേരളത്തില്ല. അപ്പോഴത്തേക്ക് കേരളം അവരൊരു പിണങ്ങി. പിന്നെ മറ്റു സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് പലതരത്തിലുള്ള ഇതും. പിന്നെ ഇപ്പം ഏജിങ്ങിൻ്റെ കാര്യത്തിൽ റിസർച്ച് നടക്കുന്നത് പലതും പിന്നെ ഫിസിക്സും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളതാണ്. അപ്പം ഇപ്പം എന്താ IIT ഖടഗ്പൂർ ഫോർ ഇൻസ്റ്റൻസ്, IIT ഖടഗ്പൂരിൽ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. IISc പിന്നെ സത്യം പറഞ്ഞാൽ IISc ആയിട്ട് അടുത്ത് വർക്ക് ചെയ്യുന്ന ഒരാൾ ഞാൻ. അങ്ങനെ ഒരു പരാതി ഇതുവരെ സയൻസ് ടോക്കിൽ പങ്കെടുത്ത സയന്റിസ്റ്റുകൾ തന്നെ പറഞ്ഞതാണ്. IIScക്ക് സഹകരണം ആവശ്യപ്പെട്ടാൽ ഇന്ത്യയിലെ ഒരൊറ്റ മെഡിക്കൽ കോളേജും പറ്റില്ല എന്ന് പറയില്ല. ഈവൻ കേരളം പോലും പറ്റില്ല എന്ന് പറയില്ല. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് സംശയമുണ്ട്. പിന്നെ ഞാൻ കണ്ടുപിടിക്കാം. കാരണം ഈ മറ്റു ശാസ്ത്രങ്ങളുമായിട്ട് ചേരാൻ ഇന്ത്യ തയ്യാറില്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇപ്പോൾ റോബോട്ടിക് സർജറി ഫോർ ഇൻസ്റ്റൻസ്, റോബോട്ടിക് സർജറി നമുക്ക് തന്നെ ഇവിടെ പല എപ്പിസോഡിലും ഇവർ പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേരളത്തിൽ അതൊരു പ്രശ്നമായിരിക്കാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ പിന്നെ കേരളത്തിന് വെളിയിലെ കാര്യമാണ് പറഞ്ഞത്. കേരളത്തിൽ പിന്നെ പലരും ഇത് പങ്കുവച്ചിട്ടുണ്ട്. കാരണം അത് ലാബ് മാതൃകയിൽ തന്നെ ഒതുങ്ങിത്തീരുകയാണ്. അല്ല, ആരോഗ്യരംഗം പിന്നെ മറ്റ് ശാസ്ത്ര വിഭാഗമായിട്ട് ചേരുന്നില്ല എന്നൊരു പരാതി ഈവൻ വൺ ഹെൽത്തിൽ തന്നെ പെട്ട ആൾക്കാർ പണ്ട് തൊട്ടേ ഒരു പരാതി പറയുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ മറ്റ് ഈ ഗവേഷണ സ്ഥാപനങ്ങൾ പലതും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അത് പിന്നെ IIT-യിൽ ഞാൻ ഒരുപാട് വർക്ക് അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് ശരിയല്ല. സാർ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചു തന്നതിന് നന്ദി. കാരണം നമ്മളെ കാത്തിരിക്കുന്ന ചലഞ്ചസ് വളരെയധികമാണ്. നിലവിൽ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്നു. ഇനിയും കൂടുതൽ ചലഞ്ചസ് വരാനിരിക്കുന്നു എന്ന് സാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ ഇതിന് പ്രിപ്പയർഡ് ആവാൻ ഇനിയെങ്കിലും ഗവേഷണ രംഗത്തും ജനങ്ങൾ തന്നെ ഇതിൽ ബോധവാന്മാരാവുകയും ചെയ്യട്ടെ എന്ന് ആശിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ പ്രധാനമായിട്ട് ഈ ടോക്കിൽ പങ്കെടുത്ത എൻ്റെ ഉദ്ദേശം കഴിയുമെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുകയും അങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞാൽ എൻ്റെ വളരെ പ്രയോജനകരമായി എന്നായിരിക്കും എൻ്റെ വിശ്വാസം. എന്തായാലും ഇത്രയും പിന്നെ ഇതിൽ അവതരിപ്പിക്കാനുള്ള അവസരം നൽകിയതിന് വളരെ നന്ദി, സന്തോഷം. താങ്ക് യു.